സ്നേഹനന്ദനങ്ങൾ പ്രിയമുള്ളവർ, ആസാദി എക്സ്ക്ലൂസീവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ആസാദിയുടെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ, നമ്മുടെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാംസ് വ്യത്യസ്തതയുള്ള എന്തെങ്കിലും ഒരു ജീവിതാനുഭവം വരുമ്പോൾ അതാണ് നമ്മൾ ഈ എക്സ്ക്ലൂസീവ് എന്ന സെഷനിൽ നമ്മൾ കൊണ്ടുവരുന്നത്. ഇന്ന് വളരെ വ്യത്യസ്തതയുള്ളൊരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വ്യത്യസ്തത എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ അനുഭവം ആദ്യം ഞാൻ കേൾക്കുമ്പോൾ ഒരു ജൂലൈ മാസത്തിൽ എൻ്റെ ഒരു സ്നേഹിതൻ, ആസാദിയുടെ ഒരു പ്രേക്ഷകൻ, ഇടുക്കിയിൽ നിന്നുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ, ഞാൻ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഇടുക്കിയിലെ രാജു പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് ഈ ദേവദാസൻ്റെ അനുഭവം എന്നോട് പുറവാനിടയായി തുടർന്നു. എൻ്റെ ഹൃദയത്തെ ഒത്തിരി വലിയൊരു ബേഡൻ എൻ്റെ ഹൃദയത്തിൽ നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്പം തിരക്കായിരുന്നത് കൊണ്ട് പിന്നീട് എൻ്റെ മനസ്സിൽ നിന്ന് അത് വിട്ടുപോയി. എന്നാൽ ന്യൂസ് 18 ചാനലിലൊക്കെ അദ്ദേഹം പറഞ്ഞ അതേ അനുഭവങ്ങൾ ഒരു സെക്കുലർ മാധ്യമത്തിലൂടെ വരുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗത്തിൽ രാജു പാസ്റ്ററുമായിട്ട് ബന്ധപ്പെടുകയും പ്രിയ ദേവദാസൻ്റെ നമ്പർ എടുക്കുകയും ചെയ്തു. വേദപുസ്തകത്തിൽ ജോസഫ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ചെയ്യാത്ത തെറ്റിന് ദീർഘവർഷങ്ങൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ഒരു ജോസഫ്. അതുപോലെ ചെയ്യാത്ത തെറ്റിന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും 1-2 കേട്ടോ, നമ്മുടെ ഭൂമി മലയാളത്തിൽ 6 വർഷം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും, എന്നാൽ താൻ ദൈവത്തിൻ്റെ വലിയ നീതി എന്ന് പറയാം, ദൈവത്തിൻ്റെ കൃപയെന്ന് പറയാം, താൻ തനിയെ ആ കേസ് വാദിച്ച് താൻ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരികയും ചെയ്ത വാർത്ത, അത് സെക്കുലർ മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മുടെ ഇടയിലുള്ള ഒരു ദൈവദാസൻ്റെ ആ ഒരു ജീവിത സമരം, ആ വാർത്ത നമ്മുടെ ചാനലുകളിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം തോന്നി. ആസാദി സത്യത്തിൽ ഇങ്ങനെയുള്ളൊരു അനുഭവം ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവായിട്ട് ഒരു സെഷനായിട്ട് നമ്മൾ ഈ ജീവിതാനുഭവം കൊണ്ടുവരികയാണ്. വളരെ പ്രാർത്ഥനയോട് കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ നടുവിൽ പ്രിയപ്പെട്ട ഷിബു തങ്കച്ചൻ പാസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ. ആസാദിയുടെ പ്രേക്ഷകരെ, ഒരു വ്യക്തി തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മൾ അറിയണം. നമ്മളുടെ സഭകളിലേക്ക് ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം തെറ്റുകാരനാണെന്ന് ചിന്തിച്ചവർ പോലും ഈ വീഡിയോ കാണുന്നുണ്ടാകാം. ഒരു വാക്കിലെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊരു ക്ഷമാപണക്കുറിപ്പിട്ടാൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും, ദൈവനീതിയായിരിക്കും. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു തങ്കച്ചനെ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോൺ, പ്രൈസ് ലോൺ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ 1 മാസം മുമ്പേ ഞാൻ ഈ വിവരങ്ങൾ അറിഞ്ഞു കേട്ടോ പാസ്റ്ററെ. നമ്മുടെ രാജു പാസ്റ്റർ ഒരു വ്യത്യസ്തനായ പാസ്റ്ററാണ് അല്ലേ? തീർച്ചയായും വളരെ വ്യത്യസ്തമായ ഒരാളാണ്. അതെ, അദ്ദേഹം നല്ല കാഴ്ചപ്പാടും വിവേചനവും എല്ലാം ഉള്ള, വിശ്വസിക്കാറില്ല. ആസാദിയുടെ ആരംഭകാലം മുതലേ നമ്മുടെ ഒരു വലിയ അഭ്യുദയകാംക്ഷി, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവദാസൻ ഓരോ വീഡിയോയ്ക്കും എന്നെ വിളിച്ചിട്ട് കമൻറ്റ് പറയും, പാസ്റ്ററെ അത് നല്ലതായി അല്ലെങ്കിൽ അത് ചീത്തയായി. ഒരു നല്ല ഹൃദയമുള്ള ഒരു ദൈവദാസൻ. എനിക്ക് തോന്നുന്നു പാസ്റ്റർ ആ ജീവിതാനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ശരിക്കും എല്ലാവരാലും കൈവെട്ടപ്പെടപ്പെട്ട ഒരവസ്ഥയായിരുന്നു അല്ലേ? തീർച്ചയായും വളരെ വളരെ എന്താ പറയുക, കടുത്ത മാനസികാവസ്ഥയിലും ഒറ്റപ്പെടലിലും. കാരണം ഒരു കർത്താവിൻ്റെ ദാസൻ, ഒരു പാസ്റ്ററുടെ മേലൊരു കേസ് വരുന്നു, പിന്നെ കല്ലെറിയാനേ ആൾ കാണത്തുള്ളൂ. ചുറ്റും നിൽക്കുന്നവർ, കൂടെ നിന്നവരെല്ലാം പറയും എന്തെങ്കിലും ഇച്ചിരി ഇല്ലാതെ ഇതുവല്ലം വരുമോ, അല്ലയോ? അതെ, തീർച്ചയായും ഇച്ചിരി എന്തെങ്കിലും കാണും. നമ്മൾ നിരപരാധിയാണെന്ന് ആരും ചിന്തിക്കത്തില്ല. പിന്നെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഒരു ചുമതലയായി മാറും. അതെ, അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അത് കോമൺ നോളജ് ആണ്. അതായത് ഇപ്പം എത്രയധികം വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും ഈ നിയമപരമായ അല്ലെങ്കിൽ നിയമപരമായ പരിജ്ഞാനമില്ലായ്മ എന്ന് പറയുന്നത് വളരെ നിയമസാക്ഷരത ഇല്ലായ്മയാണ് ഈ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. അതായത് കോടതിയുടെ എന്ന് പറയുന്നത് അത് പൂർണ്ണമാണ്, അത് സത്യമാണെന്നുള്ള ആ കാഴ്ചപ്പാടാണ് ഈ ജനത്തെ അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റിലേക്ക് നയിക്കുന്നതിന്റെ കാരണം. അപ്പൊ പാസ്റ്റർ രാജു പാസ്റ്റർ ഇതിന് ഒരു അപവാദമായിരുന്നു. അദ്ദേഹം ഈ വാർത്ത കേൾക്കുമ്പോൾ പാസ്റ്ററെ ജയിലിൽ സന്ദർശിക്കാൻ ശ്രമിച്ചു, പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ, കൈത്താങ്ങൽ തന്നു. അതുകൊണ്ട് എല്ലാവരും വിട്ടുപോയപ്പോഴും കൂടെ നിന്ന, എന്നാൽ അദ്ദേഹത്തെ ഒരു പരിചയവും ഇല്ലായിരുന്നു. അല്ല, അത് സത്യത്തിൽ ഞാൻ ആളെ ഈ കേസിന്റെ ഈ ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പ് ഞാൻ 1-2 പ്രാവശ്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ നാട്ടിലാണ്. എനിക്കൊരു വേറെ അങ്കിള് മുഖേന എനിക്ക് നമ്പർ കിട്ടി, അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്തു, സംസാരിച്ചു, പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സംഭവം വന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം എന്നെ അവിടെ ജയിലിൽ വിസിറ്റ് ചെയ്യാനിടയായി. കാരണം മറ്റു പ്രിയപ്പെട്ടവരോ സ്നേഹിതന്മാരോ ബന്ധുക്കളോ
ഇവരാരും തന്നെ അവിടെ നമ്മളെ കാണാനോ കാണാനോ അല്ലെ വിളിക്കാനോ അന്വേഷിക്കാനോ ഒന്നും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ അദ്ദേഹം യാതൊരു പരിചയമില്ലാതെ ഈ വ്യക്തി അവിടെ വന്ന് എന്നെ കാണാനായിട്ട് വന്നു. പക്ഷെ എന്റെ അന്നേരത്തെ അവസ്ഥ, ഇത് മാനസികാവസ്ഥ വളരെ ഡള്ളായിരുന്നു. നമുക്ക് ഒരിക്കലും ഈ ചിന്തിക്കുന്ന പോലെയോ ഉള്ളതോ അല്ലെങ്കിൽ അത് സന്തോഷത്തിന്റെയോ സമാധാനത്തിന്റെയോ ആയിരുന്നില്ല. എന്റെ അന്നേരത്തെ അവസ്ഥയിൽ എനിക്ക് അദ്ദേഹത്തെ കാണാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് അന്നേരം ഉണ്ടായിരുന്നത്. മാനസികമായി വളരെ തകർന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ തന്നെ ഒരാളെ എനിക്ക് മീറ്റ് ചെയ്യാനോ അദ്ദേഹത്തോട് എനിക്ക് സംസാരിക്കാനോ ഒരു താല്പര്യം തോന്നിയില്ല എന്നല്ല, എന്റെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ട് ഞാൻ എന്നെ കാണാതെ അദ്ദേഹം നിരാശനായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, എന്നെ കാണാൻ കഴിയാതെ കൊണ്ട്. അതെ, പിന്നീട് അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ കേസിനെ സഹായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതി ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തിന് പിന്നീട് ഞാൻ ഈ പറയുന്ന പോലെ 2023 ഞാൻ അമ്മയ്ക്ക് സുഖയിലായിരുന്നപ്പോൾ ഒരു 7 ദിവസത്തെ അവധി എനിക്ക് കോടതിയിൽ നിന്ന് ഒരു 7 ദിവസത്തേക്ക് ലീവ് തരാനുണ്ടായി. അപ്പൊ അതിനുവേണ്ടി വേണ്ട എല്ലാ ബാഹ്യമായ ഇടപെടൽ, അതായത് ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തരുന്നതിനും ഡോക്ടറെ കാണുന്നതിനും അതുപോലെ എന്റെ വൈഫും കുഞ്ഞും അവിടെ പോയി താമസിക്കുന്നതിനും അവരെ കൊണ്ടുപോയി ഈ പറയുന്ന ഡോക്ടറെ കാണിക്കുന്നതിനൊക്കെ വളരെ നല്ല സപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. മാത്രമല്ല അദ്ദേഹം നല്ല രീതിയിൽ, അതായത് ഈ വിഷയത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ അറിഞ്ഞ നാൾ മുതൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും. അതായത് ഒരു വ്യത്യസ്തം എന്ന് പറയുന്നതിന് കാരണം അദ്ദേഹത്തെ ഒരുപക്ഷെ പലരും ഇങ്ങനെയുള്ള കാഴ്ചപ്പാട്, അതായത് ഇത്ര ശരിക്കും വിവേചിച്ചുകൊണ്ട് ഒരാളെ വ്യത്യസ്തമാണ് ആക്കി തീർക്കുന്ന തന്നെ ഒരാളെ വിവേചിച്ചുകൊണ്ട് പൊതുജനത്തിന്റെ താല്പര്യം അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിന് വിരോധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും പുച്ഛിക്കുമ്പോൾ, എല്ലാവരും തള്ളിക്കളയുമ്പോൾ ഇദ്ദേഹം തള്ളിക്കളയാറില്ല. ഇദ്ദേഹം അതിനെ നോക്കി പഠിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരു ഗൈഡൻസ് അദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷം അതാണ് അദ്ദേഹം ആ ഒരു നടപടിയിലേക്ക് പോകുന്നത്. അതെ ദേവദാസനെ, രീതികളെല്ലാം അങ്ങനെയാണ്. അതായത് മറ്റുള്ള ഇനി ഒരാൾ വിളിച്ചു പറയാം, ഇനി ആൾ ഇതിന്റെ ഒരു വിഷയമുണ്ട്, നിങ്ങൾ അത് അവരെ എന്ത് ചെയ്യരുത്, ശ്രദ്ധിക്കണ്ട, അത് ശരിയാ, സംഭവം ശരിയാണ്, അദ്ദേഹം വ്യവസ്ഥ വിട്ടവനാ, അല്ലെങ്കിൽ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ശരി, നിങ്ങൾ പറഞ്ഞ നന്നായി എന്ന് പറഞ്ഞ് എല്ലാവരും കൈയോട് കൈ കോർക്കുമ്പോൾ ഇദ്ദേഹം അതിൽ നിന്ന് വ്യത്യസ്തനായി നിന്നിട്ട് അതല്ല, എനിക്കൊരു നിയോഗമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് അതിനെ കുറിച്ചൊരു കാര്യം മനസ്സിലാകും എന്ന ഒരു വ്യക്തമായ ഒരു സ്വന്തമായ ഒരു സ്റ്റാൻഡുള്ള വ്യക്തിയാണ് അദ്ദേഹം. ആ വ്യക്തി എന്നെ ഈ സമയം എനിക്ക് അതിനകത്തൊരു വ്യത്യസ്ത അനുഭവപ്പെട്ടൊരു എന്നെ മാനസികമായി വളരെ ബലപ്പെടുത്തിയും അതുപോലെ തന്നെ എനിക്കൊരു ഞാനൊരു വളരെ ഹൃദയപൂർവ്വം ഞാൻ ഓർക്കുന്ന ഒരു സാഹചര്യം ഞാൻ പറയാം പ്രശ്നം. അതായത് ഞാൻ 2023 ജനുവരി മാസം 7-ാം തീയതിയാണ് ഞാൻ 7 ദിവസത്തെ ഒരു ലീവ്, എമർജൻസി ലീവ് എന്ന് പറയുന്ന പരോൾ ഇറങ്ങുന്നത്. ഇറങ്ങി അന്ന് തന്നെ നേരെ ചെല്ലുന്നത് ഫസ്റ്റ് ഞാൻ അദ്ദേഹത്തിന് വിട്ടയച്ചു. ഏകദേശം രാത്രി 1 മണിയോളം സമയമായപ്പോഴാണ് ഞാൻ എനിക്ക് ഇവിടുന്ന് തന്നെ ഇറങ്ങി എൻ്റെ ഒരു സ്നേഹിതന്റെ ബൈക്ക് എനിക്ക് തന്നു. ഞാനും കുഞ്ഞുമായി ഞങ്ങൾ 3 പേര് ഈ ബൈക്കിലാണ് ചെല്ലുന്നത്. ഞങ്ങളവിടെ ചെറുതോണി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുകയും അന്നേരം അദ്ദേഹത്തിന്റെ സ്വന്തമായ ജോലി സ്ഥലം നടക്കുന്നു. അപ്പൊ നൈറ്റിലാണെങ്കിലും ഈ പ്രസ് നടക്കുന്ന അതിന്റെ ജോലി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് പ്രാർത്ഥിക്കുകയും തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച ഞാൻ ഇറങ്ങുന്നത്, ഞായറാഴ്ച ദിവസം തിരിച്ച് ആരാധനയ്ക്ക് വരണമെന്ന് പറയും. ഞാൻ ചെല്ലുകയും സത്യത്തിൽ ഒരു മനുഷ്യനും, അതായത് മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ആളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എനിക്കൊരു അനുഭവം ഉണ്ടായത്. കാരണം ഞാൻ ഒരിക്കലും ചെയ്തില്ല. സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ എത്ര വലിയ അഭിഷിക്തന്മാരാണെങ്കിലും വലിയ ശുശ്രൂഷകരാണെങ്കിലും പ്രവാചകന്മാരാണെങ്കിലും ബൈക്കിൽ എവിടെയെങ്കിലും പോയിരുന്നു എന്ത് ചെയ്താലോ കണ്ടോണം പൊക്കോണം നിൽക്കണം എന്നുള്ള ഒരു മൂഡിലാണ് എല്ലാവരും ചെയ്യുള്ളൂ. പക്ഷെ ഇദ്ദേഹം അങ്ങനല്ല ചെയ്തത്. അദ്ദേഹം എന്നെ ഇതെല്ലാം കഴിഞ്ഞ് സാക്ഷി സമയത്ത് എന്നോട് പറഞ്ഞു, താങ്കളുള്ള സാക്ഷ്യവും പ്രബോധനവും ഉണ്ടേ പറയാം. അതെ, ജയിലിൽ നിന്ന് പരോളി വന്ന ആളിനെ കൊണ്ട് സാക്ഷ്യവും പ്രബോധനവും പറയിച്ചു. അതാണ് അതിന് ഏറ്റവും വ്യത്യസ്തമായ ഒരാളെന്ന് പറയുന്നതിന് കാരണം തന്നെ. അദ്ദേഹം എന്നോട് സാക്ഷ്യവും പ്രബോധനവും താങ്കൾക്ക് പറയാം. പക്ഷെ ഞാൻ തന്നെ അന്തപ്പെട്ടു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരെണ്ണം വന്ന് ഒരു ചെറിയൊരു കംപ്ലൈന്റ് ഇഷ്യൂ പൊങ്ങി വന്നത് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് മുറവിളി ഇട്ട ജനത്തിന്റെ മധ്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ജനത്തോട്? താങ്കൾക്ക് എന്തെങ്കിലും സന്ദേശം തരാനുണ്ടോ? ഉണ്ടെങ്കിൽ കൊടുക്കാൻ അവസരമുണ്ട്, താങ്കളുടെ അനുഭവം പങ്കുവയ്ക്കാൻ അവസരമുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് വിളിച്ചു നിർത്തിയപ്പോ സത്യത്തിൽ ഞാൻ അന്തം വിട്ടു പോവുകയാണ് ചെയ്തത്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചതോ അല്ലെങ്കിൽ ആശിച്ചതോ ആഗ്രഹിച്ചതോ ഒന്നായതല്ല ഈ കാണാൻ. അതുപോലെ അതാ പറഞ്ഞ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം അദ്ദേഹം. പിന്നെ മറ്റു നമ്മളെ പ്രെയർ സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എന്റെ കുടുംബത്തിനായാലും നന്നായിട്ട് പ്രാർത്ഥനയും അവരുടെ ഫാമിലി, എന്റെ വൈഫാണെങ്കിലും എന്റെ വൈഫിനെ വിളിക്കുകയും അവർ പരസ്പരം പങ്കുവെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. നല്ലൊരു സപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. വ്യത്യസ്തനായ
ദൈവത്തിൻ്റെ ദൈവദാസൻ സ്തോത്രം. അതെ ശുപാസ്റ്റർ, ഞാൻ പറഞ്ഞ അദ്ദേഹം ഒരു ബർണബാസാണ്. എനിക്കും ഒരു ബർണബാസിൻ്റെ മനസ്സ് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവസാനമായിട്ടത് പറയാം. നമുക്ക് ശുപാസ്റ്റർ അനുഭവങ്ങളാണ് കേൾക്കേണ്ടത്. കഴിഞ്ഞിടയ്ക്ക് നമുക്ക് കേരളത്തിൽ കേട്ടൊരു വാർത്തയാ, ഒരു വയോധികനാകുന്ന ഒരു സ്കൂൾ സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ ഒരു പെൺകുട്ടി ആരോപണം ഉന്നയിച്ച അയാൾ വർഷങ്ങൾ ജയിലിൽ കിടന്നല്ലേ. എന്തൊരു ദാരുണമായ അവസ്ഥയാണ്. അതുപോലെ തന്നെ ജയിലിൽ കിടന്ന ഒരു സങ്കടകരമാകുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നൊരു അനുഭവമാണ് ശിവപാസ്റ്ററിന് പറയാനുള്ളത്. ആ അനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പാസ്റ്റർ ജനിച്ചു വളർന്നതൊക്കെ എവിടെയാ? തണ്ണിത്തോട് അല്ലേ? തണ്ണിത്തോടിൽ തന്നെയാണോ ജനിച്ച് വളർന്ന് 10ാം ക്ലാസ് വരെ പഠിച്ചത് ഇടുക്കിയിലാണ്. ഇടുക്കി കാൽവരി ഹൈസ്കൂൾ, കാൽവരി മൗണ്ടിലാണ്. അതെന്റെ ഫാദറിന്റെ സ്വന്തം സ്ഥലമാണ്. അവിടെ ജനിച്ചു വളർന്ന് 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ +2 കോളേജ് വിദ്യാഭ്യാസത്തിനാണ് തണ്ണിത്തോട് പോകുന്നത്. തണ്ണിത്തോട് അവിടെ പഠിത്തമെല്ലാം കഴിഞ്ഞ ശേഷം സെമിനാരി പഠിക്കാനായിട്ട് പിന്നെ പോയി, പിന്നെ പഠിച്ച്, പിന്നെ അവനെ ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് പിന്നെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അതെ പാസ്റ്റർ, അപ്പോൾ ഒരു പെന്റിക്കോസ്റ്റൽ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാ? അങ്ങനെ ഒരു പാരമ്പര്യത്തിന്റെ മഹിമയൊന്നും പറയാനില്ല. എങ്കിലും എന്റെ മാതാവ് വളരെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ, കാരണം ഞാൻ വളർന്നത് എന്റെ ഫാദറിന്റെ കുടുംബത്തിൽ നിന്നായിരുന്നു. എന്റെ ജ്യേഷ്ഠനാണ് അമ്മയുടെ കൂടത്തിൽ നിന്ന് വളർന്നിട്ടുള്ളത്. അതായത് ഞാൻ ചെറുപ്പം മുതലേ ഇടുക്കിയിൽ നിന്നാണ് വളർന്നത്. ജ്യേഷ്ഠനാണെങ്കിൽ വീട്ടിൽ നിന്ന് വളർന്നു. പക്ഷെ അമ്മയും എന്റെ ജ്യേഷ്ഠനൊക്കെയും ജ്യേഷ്ഠനൊക്കെ ചെറുപ്പം മുതലേ ദൈവവചന പ്രകാരം അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഞാൻ വളരെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതായത് ഞാൻ പഠിച്ചതും കണ്ടതും എനിക്ക് ഈ ഒരു വിശ്വാസ മാർഗത്തോട് വളരെ എതിർപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ എതിർപ്പ് ഞാൻ പ്രത്യക്ഷവും പരോക്ഷമായിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിന് വന്നതിന് ശേഷം വീട്ടിലൊരു പ്രാർത്ഥനയൊക്കെ നടത്തിയാൽ പോലും അതിനോട് വലിയ സഹകരിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഭൗതിക സഹായം പോലും മാതാവ് എന്ന നിലയ്ക്ക് പോലും അമ്മയോടോ സഹോദരങ്ങളോട് ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഇങ്ങനെ ഒരു വിശ്വാസ മാർഗത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു ചീത്ത പോലും പറയാതിരുന്ന് ഞാൻ അതിനായിട്ട് ട്രെയിനിങ് ചെയ്ത് അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നു. മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു തുടങ്ങി. അതൊക്കെ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ വളരെ ആക്റ്റീവായിട്ട് ചെയ്ത് പ്രതിരോധിച്ചു നോക്കി. പക്ഷെ നടന്നില്ല. ദൈവം അവിടുന്നൊക്കെ ഒരുപാട് അപകടങ്ങളിലൂടെയും ഒരുപാട് പ്രതികൂലങ്ങളിലൂടെയും സന്ദർശിച്ചു. പിന്നീട് എനിക്ക് ദൈവം ഒരു ദർശനം ഇങ്ങനെ എന്നെ കാണിക്കാനിടയിൽ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന ഒരു ദർശനം കണ്ടു. അതിനുശേഷം ഞാൻ വെറുതെ ഞാൻ ഈ തൊടുപുഴ വന്നിട്ട് എൻ്റെ ഒരു ആന്റിയുടെ വീട്ടിൽ വന്ന് നിന്നപ്പോൾ, ആന്റിയുടെ കുഞ്ഞുങ്ങൾ അന്ന് ടിൻസ് ആണ്. ആ സമയത്ത് അവിടെ വീട്ടിൽ നിന്നപ്പോൾ അവർ ഈ പള്ളിയിൽ പോകുന്ന, ചർച്ചിൽ പോകുന്നവരാണ്. അവരുടെ ടിൻസ് കുഞ്ഞുങ്ങളാണ്, 1 വയസ്സ് 1.5 വയസ്സുള്ളൂ. ഇവരെ രണ്ടിനെയും കയ്യിലെടുത്ത് അവരെ കളിപ്പിക്കാൻ വേണ്ടി അവരുടെ സ്നേഹത്തിൽ, അന്ന് എനിക്ക് 18 വയസ്സ് 19 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ അവരുടെ കൂടെ പള്ളി വെറുതെ പോയിരുന്നപ്പോൾ തലേദിവസം രാത്രി ഞാൻ കണ്ട ദർശനം, അവിടെ ഒരു ദേവദാസൻ എനിക്ക് പ്രസംഗത്തിൽ കേൾക്കുവാനും അതെന്നോട് സംസാരിക്കാനിടയായി. അതുപോലെ തന്നെ ആ സമയത്ത് അന്ന് ഒരു ചർച്ചിൽ വിസിറ്റ് ചെയ്ത ഒരു മിഷണറി പ്രവർത്തക വന്ന് ഈ വയനാട് ട്രൈബൽസിനിടയിലുള്ള മിഷണറി പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് വളരെ ഒരു ഇത് തോന്നി, കാരണം ഒരു കമ്മിറ്റ്മെന്റ് തോന്നി. എനിക്ക് പെട്ടെന്ന് ഒരു ഇടപെടൽ തോന്നി, എനിക്കും പോകണം, എനിക്കും ചെയ്യണം. അങ്ങനെ ഒരു പെട്ടെന്നൊരു തോന്നിയിട്ട് ഞാൻ നേരെ ബൈബിൾ കോളേജിൽ പോയി. അതോടൊപ്പം തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പ്രവർത്തനങ്ങൾക്കും പങ്കുകൊള്ളാൻ തയ്യാറായി. അങ്ങനെയാണ് എന്റെ വിശ്വാസത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്. എന്നാൽ ശരിക്കും ഈ പറഞ്ഞ വേദപുസ്തക പ്രകാരം രക്ഷിക്കപ്പെട്ടതോ സ്നാനപ്പെട്ടതോ അതൊക്കെ ഞാൻ ബൈബിൾ കോളേജ് ചെന്നതിന് ശേഷമാണ്, ബൈബിൾ സെമിനാരി ചെന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. ഇതിന്റെ പ്രമുഖപരമായുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതെ പാസ്റ്റർ, അപ്പം അങ്ങനെയാണ് സെമിനാരിലൊക്കെ വന്നത് അല്ലേ? അതിനുശേഷം ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ താമസിക്കുമ്പോഴാണോ ഈ ജീവിതാനുഭവങ്ങൾ ഉണ്ടായത്? ശുശ്രൂഷയുമായി ഞാൻ പലയിടങ്ങളിൽ പോയി. എന്നെ വിവാഹം കഴിച്ചു, അടിമാലിയിൽ നിന്ന് വിവാഹം കഴിച്ചു. എനിക്ക് ഒരു മോനുണ്ടായി. മോന് 3-3.5 വയസ്സുണ്ട്. ഞങ്ങൾ ചർച്ചിൽ വളരെ ഇത് നിൽക്കുന്നു. എന്നാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായിരുന്നു എനിക്കും ഉള്ളത്. കാരണം എന്താ വെച്ചാൽ, കേവലം ചർച്ച് വിശ്വാസികൾ അല്ലെങ്കിൽ അവര് പങ്കുവയ്ക്കുന്ന, അല്ലെങ്കിൽ അവര് ദൈവനാമത്തിൽ കൊടുക്കുന്നതൊക്കെ സ്വീകരിച്ച് അങ്ങനെ പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് പ്രാർത്ഥന കാര്യങ്ങളായിട്ട് പോകുന്നതല്ല. മറിച്ച് നമുക്ക് എന്തൊക്കെയോ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. കാരണം ഒരു കഴിവില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഈ ആഗ്രഹത്തിന്റെ പ്രകാരം അനേകം കുഞ്ഞുങ്ങൾക്ക് സ്റ്റഡി ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൊടുക്കുകയും അതിനകത്ത് ബുക്ക് മെറ്റീരിയൽസ് മറ്റു പലരുടെയും മുന്നിൽ കൈ നീട്ടി അവരോട് ചോദിച്ചു റിക്വസ്റ്റ് ചെയ്തു. പിന്നെ സ്വന്തമായി കണ്ടെത്തിയ പണമൊക്കെ കരുതി കൂട്ടി ബുക്കുകൾ വിതരണം ചെയ്യും. അങ്ങനെ നല്ല രീതിയിൽ ഒരു പ്രവർത്തനം നടന്നു വരികയായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊന്നും എനിക്കൊരു തൃപ്തി തോന്നിയില്ല. കാരണം മറ്റുള്ളവർ റിക്വസ്റ്റ് ചെയ്യുന്നതല്ല, എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് എന്തെങ്കിലും രീതിയിൽ ഏൺ ചെയ്തൊരു വരുമാനം വേണം.
എന്ന് എന്നോർത്ത് ഞാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു ഒരു ജോലി അല്ലെങ്കിൽ നമുക്ക് ഒരു സെക്യുലർ ആയിട്ട്, ഞാൻ സെക്യുലർ ഡിഗ്രി എനിക്ക് പാസ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ സെക്യുലർ ഡിഗ്രി എഴുതിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ഡിഗ്രി എഴുതിയെടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. സെക്യുലർ ഡിഗ്രി എടുത്ത് ഒരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയോടുകൂടി സ്വന്തമായിട്ട് ചെയ്തിട്ട് വേണം അതിൽ നിന്ന് കണ്ടെത്തുന്ന വരുമാനം കൊണ്ടായിരിക്കണം സുശീല വേല ചെയ്യേണ്ടത് എന്നൊരു ചിന്തയാണ് എന്നെ നയിച്ചത്. അങ്ങനെ ഞാൻ ഈ ഇരുന്ന സഭയിൽ നിന്നും, അതുപോലെ തന്നെ അവിടുന്ന് ആ സമയത്ത് എനിക്ക് സമയത്തിന്റെ സ്ഥലം മാറ്റം വന്നു. ഒരു 4 വർഷത്തോളം 4.5 വർഷത്തോളം ഇരുന്നപ്പോൾ സ്ഥലം മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനുവേണ്ടി പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ പഠിക്കുന്നു, അതുപോലെ തന്നെ വൈഫ് PGDCA ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നു. ആ സമയത്ത് ചർച്ചിൽ തുടർന്നു കഴിഞ്ഞാൽ അവിടുത്തെ ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ കൊബളി ആ ഭാഗത്തേക്കാണ്ടാണ് ട്രാൻസ്ഫർ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ പഠനം ഈ പ്ലാനുകളെല്ലാം നിന്നു പോകും എന്നുള്ള ഒരു ചിന്ത വന്നിട്ട് ഞാൻ താൽക്കാലികമായി ഞാൻ ചർച്ച് മിനിസ്ട്രിയിൽ നിന്നും ലീവ് എടുത്ത് ഞാൻ സ്വന്തമായി മാറി നിൽക്കേണ്ടായി. എന്നാൽ ഒരു വരുമാനം കണ്ടെത്തുന്ന ഭാഗത്തേക്ക് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ ഒരു ബന്ധു നിമിത്തം, ചേച്ചിയുടെ അങ്കിള് നിമിത്തം, അങ്കിള് ഒരു സപ്പോർട്ട് ചെയ്ത് കുറച്ച് അവർക്ക് കുറെ കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടാർപോളിൻസിനൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഹോൾസെയിൽ ആയിട്ട് നീ കടകളിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് കടകളിൽ എത്തിച്ചു കൊടുക്കുക, ചെറിയൊരു ബിസിനസ്, സ്വന്തമായിട്ട് ചെറിയ ബിസിനസ്. എന്നാൽ നല്ല വരുമാനമുള്ള ഒരു ബിസിനസ് ആണ്, ചെറുതായിട്ട് ചെയ്യണം, ചെയ്ത വരുമാനം ഉണ്ടാകും. അങ്കിള് എനിക്കൊരു ഗൈഡൻസ് തന്നു, അങ്ങൾ അതിന് വേണ്ട സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ അത് ചെയ്ത് ഇങ്ങനെ ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിതം ഒന്ന് ബേസ് ഒക്കെ ആയി ഒന്ന് സ്വന്തമായിട്ട് ഒന്ന് നിൽക്കാനൊരു പരുവത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അതിനോടൊപ്പം തന്നെ പലയിടത്തും മീറ്റിങ്ങുകളും പ്രവർത്തനങ്ങൾക്കൊക്കെ ആയി പോവുകയും, ഇതൊന്നും വിട്ടിട്ടല്ല, ഞാൻ ഇൻചാർജ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒരു സ്വന്തമായിട്ടൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് മാത്രമേ ഞാൻ ചെയ്തിരുന്നുള്ളൂ. ആ സമയത്താണ് ഇങ്ങനെ ഒരു എന്താ പറയാ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയെ പോലെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, കേസ് കയറി വരുന്നത്. നമ്മൾ ആദ്യമേ കണ്ട ദർശനം പോലെ പിന്നെ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല, എന്തൊരു കൊടുങ്കാറ്റാ ജീവിതത്തിൽ വന്നത് അല്ലേ. പക്ഷേ ആ കേട്ട ദർശനം പോലെ തന്നെ പാതാള ഗോപുരങ്ങൾ ജയിക്കാൻ സമ്മതിക്കാതെ ജീവിതത്തിലെ ഫലപ്രദമായ 6 വർഷം ശത്രു മോട്ടിച്ചുകൊണ്ട് പോയി. പക്ഷേ ഇന്ന് ആസാദിയുടെ പ്രേക്ഷകരുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം പുറത്തു കൊണ്ടുവന്നു. പാതാള ഗോപുരങ്ങൾക്ക് ദൈവസഭയെ ജയിക്കാൻ പറ്റത്തില്ല. ആ ദർശനം പൂർത്തീകരിക്കുക. വിളിയിലുണ്ടായിരുന്ന ദർശനം. ഞാൻ വിശ്വസിക്കുന്നു ശിവപാസ്റ്ററെ, ദൈവം നിങ്ങളെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതൊക്കെ സംഭവിച്ചതാണ്, അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. നല്ല കോൺഫിഡന്റോടുകൂടി എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ 6 വർഷം നഷ്ടപ്പെട്ടു എന്ന് പറയാനായിട്ട്, പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതിലൊരു ഒരു കാര്യം പറഞ്ഞ 6 വർഷം എനിക്ക് എന്റെ കുടുംബം, എന്റെ കുഞ്ഞുമായിട്ടുള്ള ബന്ധം, എന്റെ ഭാര്യ, എന്റെ കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങൾ, അവരുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു എന്നതൊഴിച്ചാൽ ഞാൻ അവിടെ കിട്ടിയ ഈ 6 വർഷത്തിലെ ഓരോ നിമിഷങ്ങളും ഞാൻ ചൂസ് ചെയ്യുകയുണ്ടായത്. അതുപോലെ തന്നെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് ഉപയോഗിച്ചു. ഞാൻ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദേവദാസം പഠിപ്പിച്ചതോ അല്ലെങ്കിൽ മറ്റ് ബൈബിളിൽ ആരെങ്കിലും സെമിനാർ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചതോ അധ്യാപകർ പഠിപ്പിച്ചതോ ആയ കാര്യങ്ങൾ പഠിച്ചിട്ട് അത് ജനങ്ങളെ പഠിപ്പിക്കലാണ് ശരിക്കും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ് മീൻസ് സാധാരണഗതിയിൽ അങ്ങനെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പഠിച്ചറിവ്. എന്നാൽ എനിക്ക് ശരിക്കും വേദപുസ്തകത്തെ കുറിച്ച് പഠിക്കാൻ, സ്വമേധയാ പഠിക്കാനുണ്ടായ ഒരു അവസരമായിരുന്നു എനിക്ക് ഈ 6 വർഷം എന്ന് പറയുന്നത്. അത് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. കാരണം അതൊരു നഷ്ടമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നഷ്ടം വന്ന് ഞാൻ പറഞ്ഞു, എന്റെ ഫാമിലി, പിന്നെ എന്റെ കുറച്ച് സ്വാതന്ത്ര്യം ഒക്കെ നഷ്ടപ്പെട്ടു. ഇതൊക്കെ വേദനിക്കുന്ന ാണ്. പക്ഷെ എന്നാൽ ഞാനിപ്പോ അതിൽ സന്തോഷം കണ്ടെത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ദാവീദ് പറഞ്ഞല്ലോ 119 നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം എന്നെ കഷ്ടത്തിലാക്കിയത് എനിക്ക് നന്നായി അല്ലെ ഗുണമായി എന്ന് പറയുന്ന ഒരു അത് ശരിക്കും ഞാൻ വ്യക്തമായിട്ട് എനിക്കത് മനസ്സിലാകുന്നുണ്ട്. അതെ. അപ്പൊ നമുക്ക് ആ സംഭവങ്ങളിലേക്ക് പോകാം. 2013 സംഭവിക്കുന്നത് അല്ലേ? 2014 ഒക്ടോബർ ആദ്യം മുതലേ പറയാം കേട്ടോ, എന്താ സംഭവിച്ചത്, എങ്ങനെയായി കേസ് വന്നത്. നമുക്ക് കോടതിയിൽ നടന്ന വ്യവഹാരമാണ്, നിയമങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ എന്നെക്കാട്ടിലും നിയമം പഠിച്ചു സ്വയമായി വാദിച്ച ആൾ. അപ്പോൾ എന്ത് പറയാം എന്ത് പറയരുത് എന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് ദേവദാസൻ വളരെ ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കും, ജീവിതാനുഭവങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ കേൾക്കാൻ റെഡിയായിട്ടിരിക്കും. ഇനി ഞാൻ അധികം ചോദ്യം ചോദിക്കത്തില്ല, എനിക്ക് കേൾക്കണം എന്താ സംഭവിച്ചത്. ഞാൻ പറഞ്ഞത്, എനിക്ക് നമ്മളറിയില്ല എല്ലാം നമുക്ക് ഷെയർ ചെയ്യണം. കാരണം എനിക്ക് ഇപ്പൊ ഞാനിത് ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചിലപ്പോൾ വിട്ടുപോയിരിക്കാം. സംശയങ്ങളൊക്കെ എന്ന പോലെ നമ്മളെ കേൾക്കുന്ന ആളുകൾക്കും ഒരു വ്യക്തത വേണമല്ലോ. കാരണം അതിപ്പോ ഒരു ചോദ്യം ഇടയ്ക്കുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വ്യക്തതകൾ കറക്റ്റ് ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ.
അതെ, ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കാം. ധൈര്യമായിട്ട് തീർച്ചയായും മുന്നോട്ട് പോകാം. തീർച്ചയായും അപ്പോൾ 28ാമത്തെ വയസ്സിലോ? 28ാമത്തെ വയസ്സിലാണ് സാർ. 28ാമത്തെ വയസ്സിൽ അവിടെയൊക്കെ നമുക്ക് തിരിച്ചു പോയിട്ട് ഒരു പോക്സോ കേസാണ് വന്നത് അല്ലേ? പോക്സോ കേസ്, പോക്സോ ആക്ട് സെക്ഷൻ അതെ, 5 LN. അതൊക്കെയാ ഭയങ്കരം എന്ന് പറഞ്ഞാൽ. ഇപ്പം നമുക്കെതിരെ ഒരു സത്യം പറയുന്ന ദേവദാസനെ, ഈ കാലഘട്ടത്തിൽ ഒത്തിരി ദേവദാസന്മാർക്കെതിരെ ഒക്കെ തെറ്റായ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെയുള്ള കേസിൽ കുടുക്കിയ എടുത്ത് അകത്തിടുന്നത്. അത് കേരളത്തിൽ സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ എന്തുവാണ്, എല്ലാ ദേവദാസന്മാരും ഭയത്തില്ല. ഒരു കള്ളക്കേസ് എപ്പം വരും എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഒത്തിരി ദേവദാസന്മാരെ നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം. അതായത് അത് ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇതിനകത്ത് നമ്മുടെയൊക്കെ ഒരു പോരായ്മയുണ്ട്. അതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അതെനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനായിട്ടുള്ള സാഹചര്യം ദൈവം സഹായിച്ച് എന്തെങ്കിലും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അതായത് ഇപ്പോൾ ഇതിനകത്ത് നിന്ന് മനസ്സിലായത് എന്ന് വെച്ചാൽ നമ്മുടെ അറിവില്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഇപ്പൊ നമ്മൾ ബൈബിൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി, ചൈനയുടെയും റഷ്യയുടെയും എല്ലാം ക്രിസ്ത്യാനിറ്റിയുടെ ഹിസ്റ്ററി പഠിക്കും, എല്ലാ ശാസ്ത്രങ്ങൾ പഠിക്കും, ന്യൂമറ്റോളജി എല്ലാ ശാസ്ത്രങ്ങളും നമ്മൾ പഠിക്കും. പക്ഷേ ഒരു മനുഷ്യൻ നമ്മൾ ഈ ജീവിതത്തിൽ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ശുശ്രൂഷകനായാലും ഒരു വിശ്വാസിയായാലും ഇനിയിപ്പോൾ ഏതൊരു മനുഷ്യനായാലും ഒരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. അതായത് ഒരു നിയമപരമായ നമുക്കൊരു എല്ലാത്തിനും അടിസ്ഥാന നിയമമാണ്. ആ നിയമത്തെ ബേസ് ചെയ്താണ്. ഇപ്പം ബൈബിൾ ആണെങ്കിലും ലോ ആണ്, ദൈവം പറയുന്ന നിയമമാണ്. ആ നിയമം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് തന്നെ. നമ്മൾ അത് ചെയ്യാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെ പോകരുത്, അങ്ങനെ നടക്കരുത് എന്ന് പറയുന്ന ഒരു നിയമമാണ്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം കുറെ കാര്യങ്ങളൊക്കെ നോർമലി നമ്മുടെ സാമൂഹിക മൂല്യം അല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രതിബദ്ധത എന്നൊക്കെ പറയുന്ന സാമൂഹിക നോംസ് ഒക്കെ വെച്ചിട്ട് അവർക്ക് പറയാൻ കഴിയും, അത് ഇന്ന കാര്യം ചെയ്യരുത്, തെറ്റാണ്, അതിന് ഇങ്ങനെ ശിക്ഷയുണ്ട്, കോടതിയുണ്ട്, ശിക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറിയാം. പക്ഷെ അത് എന്താണ്, എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ എനിക്ക് പറ്റിയ, ഞാൻ ഈ 6 വർഷം എൻ്റെ ജീവിതം ബലി കൊടുക്കാനിടയായ അല്ലെങ്കിൽ ഇതിനകത്ത് കിടക്കാനിടയായതിന്റെ കാരണം എന്ന് പറയുന്നത്, ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും കയറിയിട്ടോ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ എങ്ങനെ ഞാൻ സംസാരിക്കണം, എങ്ങനെ ഞാൻ ഇടപെടണം, എങ്ങനെ ഞാൻ അപേക്ഷ വെക്കണം, ഈ കേസുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള അറിവില്ലായ്മ, എൻ്റെ ജ്ഞാനമില്ലായ്മയാണ് എന്നെ ഈ ഇത്രയും നാളുകൾ എൻ്റെ ജീവിതം വെറുതെ ഇങ്ങനെ പോകാനിടയായതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പാസ്റ്റർ പറയുന്നത്, പോലീസ് കേസ് വന്നു, എടുത്ത് അകത്തിട്ടു, പക്ഷേ ഇത് നമ്മുടെ ന്യായം പറയാൻ നമുക്കറിയത്തില്ല, അതിനുള്ള നിയമസഹായം വക്കീലുമാർ നമുക്ക് ഉണ്ടെങ്കിൽ പോലും അവരാരും സഹായിക്കുന്നില്ല, നമ്മളകത്ത് കിടക്കുക. അത് ഇതിനകത്ത് ഒരു പ്രത്യേകത. എനിക്ക് സ്നേഹിതന്മാരായിട്ടുള്ള ഒരുപാട് അഭിഭാഷകരുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ പറയാം, വളരെ ആത്മാർത്ഥയോടെ ചെയ്യുന്ന അഭിഭാഷകരുണ്ട്. എന്നിരുന്നാലും അതൊക്കെ അവരെ കണ്ടെത്തിയത് എൻ്റെ ഈ വിഷയങ്ങൾക്കെല്ലാം ശേഷം, അതായത് ഞാൻ സ്വന്തമായി ഈ തീരുമാനമെടുത്ത് നിയമമെല്ലാം പഠിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് ഞാൻ ഒരുപാട് അഭിഭാഷകരെ കണ്ടു. അതായത് അവരെല്ലാം മോശമായതുകൊണ്ടല്ല, പക്ഷെ അവർ ഈ ആക്റ്റീവായിട്ട് അത് ചെയ്ത, എന്നാൽ മോശമായിട്ടുള്ളവർ വളരെ പക്ക എന്ന് പറഞ്ഞാൽ 100% ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നു, എൻ്റെ കേസിൽ കടന്നു പോകുന്നു, എൻ്റെ പൈസ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ എന്നല്ല, ഒരുപാട് ആൾക്കാരുടെ. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ആക്റ്റീവായിട്ടൊരു കാര്യം ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആനിമൽ പ്ലാനറ്റ് ഒക്കെ കാണാറുണ്ട്, ടിവിയിൽ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും ചീറ്റപ്പുലി എന്ന് പറയുന്ന അതിവേഗത്തിൽ ഓടുന്ന ഒരു മൃഗമാണ് ചീറ്റപ്പുലി. ഈ ചീറ്റപ്പുലി ഓടിക്കുമ്പോൾ പലപ്പോഴും ഈ മാന് അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ ചീറ്റപ്പുലിക്ക് കിട്ടാറില്ല, വ്യതിചലിച്ച് പോകുന്നുണ്ട്. ലക്കിന് കിട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, കിട്ടാറില്ല. എന്തുകൊണ്ടാണ് ഈ മാൻ എന്ന് പറയുന്ന ഈ മൃഗത്തിന്, ഈ ചീറ്റപ്പുലിയേക്കാൾ ആരോഗ്യം ഉള്ളത് കൊണ്ടല്ല അത് രക്ഷപ്പെടുന്നത്. കാരണം അത് അതിന്റെ പ്രാണന് വേണ്ടിയാണ് ഓടുന്നത്. അത് അതിന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഓടും. അതേസമയം ഈ പുലി എന്ന് പറയുന്നത് അവന്റെ വിശപ്പിന് വേണ്ടിയാ. ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്തത് കിട്ടും. ഇതാണ് ഇവിടുത്തെ സംഭവം. ഇന്നിപ്പം എന്തുകൊണ്ടാണ് അഭിഭാഷകന്മാര് വേണ്ട രീതിയിൽ ചെയ്യാത്തതിന്റെ കാര്യം, എനിക്ക് അനുഭവപ്പെട്ട കുറെ വളരെ മോശം പെർഫോമൻസ് ചെയ്ത അഭിഭാഷകരെ എനിക്കറിയാം. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഈ മറ്റേ ജയിലിൽ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു അഭിഭാഷക, ഈ കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതൻ റിലീസായി, 24ാമത്തെ വയസ്സിൽ ജയിലിൽ കയറിയതാ, 10 വർഷം ശിക്ഷ അടിച്ചു. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അത് അദ്ദേഹത്തിന് വേണ്ട ഒരു വിദ്യാഭ്യാസമില്ല, അടിസ്ഥാന വിദ്യാഭ്യാസമില്ല, കുടുംബത്തിന് വിദ്യാഭ്യാസമില്ല, ഒരു സാക്ഷരത പോലും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്നുള്ളതാണ് ആ ചെറുപ്പക്കാരൻ.
എന്ന ആ ചെറുപ്പക്കാരനെ ശിക്ഷിക്കാൻ കാരണമായിട്ടുള്ള അലഗേഷൻ, അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്ന അലഗേഷൻ, ആരോപണം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ, അതായത് 16-17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ച് പീഡിപ്പിച്ച് അത് ഗർഭിണിയാക്കി, പ്രഗ്നന്റ് ആയി, കൊച്ചു ഇതായി ബോണായി, അപ്പൊ കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്നാണ് കേസ്, ഗർഭിണിയാക്കി എന്നാണ് കേസ്. പക്ഷെ ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ ഈ കേസുകളൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ആ പേപ്പറുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ നിയമപരമായി നിലനിൽക്കുന്ന ഒരു സാധനം ആ വ്യക്തിയുടെ കൈവശമില്ല. ഈ ഇനിയിപ്പോ ഒന്നുകൂടെ പറഞ്ഞാൽ ഇതിനെ പറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ച് അത് ഗർഭിണിയായി എന്ന് പറയുമ്പോൾ തന്നെ ആ കുട്ടിയുടെ പിതാവിന്റെ പാർട്ടണിറ്റി അല്ലെങ്കിൽ പിതാവിന്റെ ഇത് ഈ സുഹൃത്തിന്റെ മേലല്ല. DNA ടെസ്റ്റ് വെച്ചാൽ ആ അദ്ദേഹത്തിന്റെ കുട്ടിയല്ല. DNA ടെസ്റ്റ് പരിശോധിച്ച് അദ്ദേഹത്തിന്റെ കുട്ടിയല്ല. ഇനി മറ്റൊന്ന്, ഈ കുട്ടി പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോഴാണ്, അത് ഞങ്ങൾ തമ്മിൽ വളരെ ഇഷ്ടത്തിലായിരുന്നു, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ കരുതുന്നത് അതിന്റെ സത്യാവസ്ഥ ഞാൻ പയ്യനോട് ചോദിച്ചപ്പോൾ പറയാം, ചേട്ടാ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമൊക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല, പക്ഷെ ഇതെങ്ങനെ വന്നതാന്ന് എനിക്ക് അറിയത്തില്ല എന്ന് മാത്രം അവർ പറയാം. അവൻ അതിനുവേണ്ടി അവനെ ശിക്ഷിച്ച് ഈ തൊടുപുഴ കോടതി, അതായത് എന്നെ ശിക്ഷിച്ച അതേ കോടതി തന്നെ അയാളെ 10 വർഷം ശിക്ഷിച്ചു ജയിലിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹം അപ്പീൽ കൊടുക്കാനായിട്ട് ഒരു അഭിഭാഷകനെ കൊടുത്ത് അദ്ദേഹം അവിടെ ജയിലിൽ പണിയെടുക്കുന്ന തുച്ഛമായ പൈസയിൽ കിട്ടുന്ന എടുത്ത് വെച്ചിട്ട് കൊടുത്തു. അവര് ഇതുവരെ ഇപ്പൊ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം റിലീസായി എന്നറിയാം. അതായത് 8 വർഷം 9 വർഷം അടുത്ത് കിടന്നിട്ട് റെമിഷൻ പണി ചെയ്ത് കിട്ടുന്ന മാർക്കെല്ലാം കൂടെ കൂട്ടി അദ്ദേഹം റിലീസായി. ഇതുവരെ അദ്ദേഹത്തിന്റെ കേസ് കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ ഈ അഭിഭാഷകൻ പൈസ മേടിച്ചിട്ടും തയ്യാറായിട്ടില്ല. അങ്ങനെ ഒന്നല്ല, കാരണം നിയമത്തെ കുറിച്ചുള്ള അറിവില്ലാത്തതാ സംഭവം എന്നാ പാസ്റ്റർ പറഞ്ഞു. പാസ്റ്റർക്ക് പാസ്റ്റർ അനുഭവങ്ങളിലേക്ക് തിരിച്ചു വരാം കേട്ടോ. നമുക്ക് അറിവില്ല, വളരെ ആകാംക്ഷയുണ്ട് എന്താ സംഭവിച്ചതെന്ന്. അല്ല, അറിവില്ല എന്ന് മാത്രമല്ല, ഇത് ഈ സഹോദരൻ അറിവില്ല, അതിനെ പോയി അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക്, ഇപ്പൊ പുറത്തുള്ള ആൾക്കാര്, വക്കീല്, കോടതി അന്ന് പറയുമ്പോൾ തന്നെ എന്തോ വലിയൊരു സംഗതിയാണ്. അതായത് ഈ വക്കീൽ എന്ന് പറയും വലിയതെന്തോ ഒരു സംഗതിയാണ്. അത് ആർക്കും അവരുടെ ജോലി ആർക്കും ചെയ്യാൻ കഴിയില്ല. അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. LLB ബിരുദം എടുത്താലേ ചെയ്യാൻ പറ്റും. എന്നോടൊരു ഒരിക്കലും ഒരു അഭിഭാഷകൻ എന്നോട് പറയാം, ഞാൻ ഇതുപോലെ കേസൊക്കെ പ്രിപ്പയർ ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഞാൻ അത് ഗ്രൗണ്ട്സ് ഒക്കെ എഴുതി കൊടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ മെറിറ്റ് ഉണ്ട് മാഡം, ആർഗ്യൂ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കാണ്, ഷിബു താങ്കൾ ഒരു സാധാരണക്കാരനാണ്, താങ്കൾ പറയുന്നത് പോലെ ഞങ്ങൾ അഡ്വക്കേറ്റ് ആണ്, ഞങ്ങളുടെ കണ്ണുകൊണ്ടേ കാണുള്ളൂ, നിങ്ങൾ കാണുന്ന കണ്ണുകൊണ്ടല്ല ഞങ്ങൾ നോക്കുന്ന നിയമത്തെ ഇത് നോക്കുന്നതിന്. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കേസിന്റെ മെറിറ്റ് ചൂണ്ടിക്കാണിച്ചു, മേഡം ഇങ്ങനെയുണ്ടല്ലോ, നിങ്ങൾക്ക് ജാമ്യം എടുത്തു തരാൻ കഴിയുമല്ലോ, ഇത്രയും സിമ്പിൾ ആണല്ലോ, ഇത്രയും തെളിവുള്ള കേസ് ഇനി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാ? ഫേവർ ആയിട്ടുള്ള ഡിഫൻസിന്റെ ഫേവർ ആയിട്ടുള്ള കേസ് എന്തിനാ എന്നെ ഇങ്ങനെ ജയിലിടുന്നത്? എനിക്ക് ഒരു റിലീസ് ഒരിക്കൽ തന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഷിബു നിങ്ങൾ കാണുന്ന കണ്ടുകൊണ്ടല്ല ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ അഭിഭാഷകരാണ്, ഞങ്ങൾ നിയമം പഠിച്ചവരാണ്, നിങ്ങൾ പറയുന്ന പോലെ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ശരി, അതിനെ ഞാൻ ഒഴിവാക്കി. എന്നിട്ട് അടുത്തൊരാൾ പറഞ്ഞു, വക്കീലിനെ കാണാൻ പറഞ്ഞു, അത് 2 മാസത്തിനൊക്കെ ജാമ്യം എടുത്തു തരാമെന്ന് പറഞ്ഞു. 2 മാസം ഒക്കെ അവർക്കും പേപ്പർ കൊണ്ടേ കൊടുത്തു, പൈസയും കൊടുത്തു, ജയിലിൽ പണിയുന്ന തുച്ഛമായ പൈസ കരുതി കൂട്ടി വെച്ചതെല്ലാം എടുത്ത് അവർക്ക് കൊടുത്തു. അവര് ഇങ്ങനെ വന്ന് 2 മാസം ഒന്ന് പോയിട്ട് 6 പിന്നെ 1 വർഷമായി. അങ്ങനെ ദിവസങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ മേഡത്തോട് വക്കീലിനോട് ചോദിച്ചപ്പോൾ വക്കീൽ പറയാണ്, അത് ഇപ്പൊ കേസ് എടുക്കത്തില്ല, ഇപ്പൊ ജാമ്യം കൊടുക്കുന്നില്ല, ആർക്കും കേസ് എടുക്കത്തില്ല, ഇപ്പൊ എടുക്കാൻ സമയമായില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിയമത്തിൽ ഇങ്ങനെയുണ്ടല്ലോ സാർ, ഈ നിയമം അനുസരിച്ച് CRPC 374(4) പ്രകാരം ഈ ബലാത്സംഗ കൃത്യത്തോട് ബന്ധപ്പെട്ട കേസിൽ അപ്പീൽ നൽകിയ തീയതി മുതൽ 6 മാസത്തിനുള്ളിൽ അപ്പീൽ തീർപ്പാക്കേണ്ടതാണ് എന്ന് നിയമം, അതായത് ക്രിമിനൽ നടപടി നിയമത്തിലുണ്ട്. മേഡം ഈ നിയമം ഉണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറയാം, എന്നാ പിന്നെ ഷിബു എന്ന് കോടതി പറ എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് വളരെ മാനസികമായി എനിക്ക് കൊണ്ടു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാനിങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ പുസ്തകങ്ങൾ വാങ്ങി ഞാൻ സ്വന്തമായ ഒരു നിലയിലേക്ക് എത്താനിടയായി. അതിനൊരു പ്രേരണ വ്യക്തിയുണ്ട്. നമുക്ക് സ്വയമായി നിയമങ്ങൾ പഠിച്ച് പാസ്റ്റർ വാദിച്ച് ഈ കേസ് ജയിച്ചു. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് എന്താ ഈ സംഭവം എന്നുള്ളത് പ്രേക്ഷകരോട് പറയണം. അപ്പൊ ആ 2014 പോയിട്ട് എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ കേസ് ഉണ്ടായത്, അതിന്റെ സാഹചര്യങ്ങൾ, കേസ് എന്തുവായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങാം. തീർച്ചയായും. അതായത് 2014 ഞാൻ എൻ്റെ വൈഫ്, എൻ്റെ കുഞ്ഞുമ്മ, ഞങ്ങൾ കുടുംബമായിട്ട് താമസിക്കുന്ന ഒരു വീട്, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ചർച്ച് മിനിസ്ട്രിയിൽ നിന്നും, ചർച്ച് ഇൻചാർജ് ശുശ്രൂഷയിൽ നിന്നും മാറി നിന്നിട്ട് മറ്റ് ബിസിനസ് കാര്യങ്ങൾ, അത്യാവശ്യം ബിസിനസ് കാര്യങ്ങളും ചെയ്ത് ജനവിദ്യാഭ്യാസവും ചെയ്ത് ഇങ്ങനെ താമസിക്കുന്ന ഇടം.
അവിടെ എൻ്റെ കസിൻസ്, അതായത് എൻ്റെ ഫാദറിന്റെ സഹോദരി, ഇളയ സഹോദരിയുടെ മക്കൾ രണ്ടുപേര്, അതായത് അനിയന്മാരാന്ന് പറഞ്ഞാലും വളരെ ചെറിയ പ്രായമാണ്. അന്ന് 10-11 വയസ്സ് പ്രായമുള്ളൂ. ആ കുട്ടികൾ എൻ്റെ മോന്റെ കൂടെ, ഈ അനിയന്മാർ എൻ്റെ മോനെ കളിപ്പിക്കാനായിട്ട് അവന്റെ കൂടെ വരും. എൻ്റെ മോൻ അന്ന് 3 വയസ്സ് പ്രായമേ ഉള്ളൂ. ഈ 3.5 വയസ്സുള്ള കുട്ടിയെ അവന്റെ കൂടെ കളിപ്പിക്കാൻ വേണ്ടി ഈ പ്രായത്തിൽ അവിടെ കയറി വരുമായിരുന്നു. ആ കൂടത്തിൽ ഈ നെയ്ബർ, ഈ എൻ്റെ കസിൻസിന്റെ നെയ്ബർ ആയിട്ടുള്ള ഈ കുട്ടി, അവരുടെ സെയിം ക്ലാസ്മേറ്റ് ആണ്, ഈ കസിൻസുമായിട്ട് ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. അവർ ഒരുമിച്ച് അവരോട് വരും. അതിപ്പോ ഞാൻ പകല് ചിലപ്പോൾ ബിസിനസ് പോയി ചിലപ്പോൾ 9 മണിയായിരിക്കും വരുന്നത്, ചിലപ്പോൾ ഞാൻ പകല് വീട്ടിൽ ഉച്ച കഴിഞ്ഞായിരിക്കും പോവുക. അപ്പൊ അങ്ങനെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും പഠിക്കുകയും, അതിന്റെ ഇടയ്ക്ക് ഞാൻ കോളേജിൽ ഇടയ്ക്ക് ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പോകുന്നു. എൻ്റെ വൈഫ് PGDC ക്ലാസ്സിൽ പോകുന്നു. അത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. മോനെ അംഗൻവാടി വിടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേര് ശരിക്കും പറഞ്ഞാൽ പഠിച്ച് ഇത് ഒരു ലക്ഷ്യത്തിലെത്താനുള്ള വളരെ തത്രപ്പെട്ട ഒരു ശ്രമത്തിനിടയിലാണ് ഈ സംഭവിച്ചത്. അപ്പോ ആ സാഹചര്യത്തിൽ ഈ കുട്ടി ഒരിക്കൽ വന്ന് എൻ്റെ വൈഫ് അവിടെ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ അവിടെ ഓപ്പൺ ആയിട്ട്, അന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒരു നല്ല പണം സൂക്ഷിക്കാനോ അല്ലെങ്കിൽ വെക്കാനുള്ള ഒരു അലമാരയൊന്നും ഉണ്ടായിരുന്നില്ല. വസ്തുത ഏതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഷെൽഫിൽ ചുമ്മാ ഒരു ബോക്സിനകത്തിട്ട് ഈ പൈസയൊക്കെ കൊണ്ടുവരുന്ന അവിടെ ഇടുവായിരുന്നു. അപ്പൊ ഒരു ദിവസം വൈഫ് ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടി വന്നിട്ട് പൈസ എടുക്കുന്നത് വൈഫ് കാണുകയും അതിനെ ശാസിക്കുകയും, ഇനി മേലെ ചേരുന്നു മോളെ, ഇത് ശരിയല്ല, ഒരു വീട്ടിലും കയറ്റൂല എന്നൊക്കെ പറഞ്ഞ് വാണിംഗ് കൊടുത്ത് ഗുണദോഷമൊക്കെ വിട്ടു. അതിനുശേഷം ഞാൻ ഒരു ദിവസം അന്ന് ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത്, അതായത് ജോലിയോ ബിസിനസ് ഒന്നും പോയില്ല, ശനിയാഴ്ചയായിരുന്നു. അന്ന് ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ എന്റെ കസിൻ ബ്രദേഴ്സ് അവരുടെ കൂടെ, ആ കുട്ടികളുടെ കൂടെ ഈ കുട്ടിയും കയറി വന്നു. അന്ന് വന്നിട്ട് എന്നോട് എന്റെ കസിൻ മോൻ പറയാണ്, ചേട്ടാ ഇന്ന് ഇവള് ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തന്നു, 15 രൂപയും തന്നു എന്ന് എന്നോട് പറയാണ്. അപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത്, കഴിഞ്ഞ ദിവസം ഈ 10 രൂപ എടുത്ത അല്ലെങ്കിൽ പൈസ എടുത്ത ആ ഒരു വിഷയം എന്റെ വൈഫ് എന്നോട് പറഞ്ഞ് എന്റെ ഓർമ്മയിലുണ്ട്. രാത്രി എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പോട്ടെ നോക്ക്, ഇനി ശ്രദ്ധിച്ചിരിക്കെ നീ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിട്ടു ഒഴിവാക്കി. അപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ചിന്ത വന്നു. അപ്പൊ ഞാൻ സ്വല്പം കടുപ്പത്തിൽ, സത്യം പറഞ്ഞു, ഇത് എവിടെ നിന്ന് എടുത്ത പൈസയാണ് എന്ന് നീ സത്യം പറയണം, ഇല്ല നിന്റെ അച്ഛനോട് കഴിഞ്ഞ ആഴ്ച നീ പൈസ എടുത്ത കാര്യം നിന്റെ ഫാദറിനോട് ഞാൻ പറയുമെന്ന് പറഞ്ഞു. ഞാൻ സ്വല്പം ഇച്ചിരി ഗൗരവത്തിലാണ് ചോദിച്ചത്, ഇച്ചിരി പേടിപ്പിച്ചാണ് ചോദിച്ചത് കുട്ടിക്ക്. അങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് സത്യാവസ്ഥ പറഞ്ഞ്, ഈ പൈസ ഞാൻ മോഷ്ടിച്ചതാണ്, പൈസ ഞാൻ 100 രൂപ എടുത്തു, അതിലാണ് ഐസ്ക്രീം മേടിച്ച് ചേട്ടന്മാവ്, അതായത് എന്റെ കസിൻസ് ചേട്ടന്മാവ് അനിയമാവ് 2 കുട്ടികൾക്ക് കൊടുത്തു, അതുപോലെ തന്നെ ഞാനും കഴിച്ചു, അവർക്ക് പൈസ കൊടുത്തവർ മേടിച്ചില്ല, ഇതൊക്കെ പറഞ്ഞ് എന്നോട് കഥകളൊക്കെ പറഞ്ഞു. സത്യത്തിൽ എനിക്ക് ആ സമയത്ത് പെട്ടെന്ന് പ്രഷർ ദേഷ്യം വന്നിട്ട് ഞാൻ എൻ്റെ എൻ്റെ മോനെ, ഈ 3.5 വയസ്സുള്ള മോനെ പേടിപ്പിക്കാൻ വേണ്ടി, അവനെ വഴക്ക് പറയുമ്പോൾ എന്തെങ്കിലും കുത്തക്കെട്ടാണെങ്കിൽ പേടിപ്പിക്കാൻ വേണ്ടി എടുത്ത് ചുമ്മാ ഒരു ചെമ്പരത്തിക്കമ്പ് അത് വെച്ചിട്ട് ഞാൻ അവന്മാരോട് വെച്ച് ഇനി കട്ട മുതൽ തിന്നരുതെന്ന് പറഞ്ഞ് അവരെയും വാൺ ചെയ്ത് അവരെയും ചുമ്മാ അവർക്ക് അടിയും കൊടുത്തു. ഈ കുട്ടിയെ വിളിച്ച് ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു, മേലാൽ വീട്ടിൽ കയറരുത്, ഇനി നിങ്ങൾ ഈ വീട്ടിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, ശാസിച്ചിറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിന്റെ ഫാദറിനോട് ഞാൻ ഇന്ന് തന്നെ എന്റെ അച്ഛനോട് പപ്പയോട് ഞാൻ പറയാൻ പോകുക വിഷയം എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ അവരോട് പറയണം, കാരണം മകളെ ഒന്ന് ഉപദേശിച്ച് നിർത്തിട്ട് നല്ലതാണല്ലോ എന്നൊരു ചിന്തയിലാണ് ഞാൻ അങ്ങനെ പറയുമെന്ന് പറഞ്ഞത്. എന്നാൽ എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, അത് അങ്ങ് പറയരുത്, കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം മദ്യപിക്കുന്ന ആളാണ്, അദ്ദേഹം കുടിച്ചിട്ട് ആ കൊച്ചിനെ തല്ലിക്കൊല്ലും, അതുകൊണ്ട് അത് പറയണ്ട, ഞാൻ അതിന്റെ അമ്മ വരും പറയാം, അമ്മ ഇവിടെ ജോലിക്ക് പോകുന്നതാണ്, തുണിക്കടയിലൂടെ ജോലിക്ക് പോകുന്നത്, അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മ വരും പറഞ്ഞത്, ഞാൻ ആ കാര്യം വിട്ടു, ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ശ്രദ്ധിക്കാറില്ല, ആ വിഷയമേ പോയി. ഇത് ഈ എന്റെ വൈഫും അതേ വൈഫിന്റെ സമപ്രായക്കാരുള്ള അയൽക്കത്തുള്ള കുറച്ച് സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകളുടെ അടുത്തൊക്കെ ഇത് ഷെയർ ചെയ്ത്, ഈ കുട്ടി ഇങ്ങനെ പൈസ സൂക്ഷിച്ചോണം, വീട്ടിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചോണം, അത് പൈസയൊക്കെ മോഷ്ടിക്കാനുള്ള സാഹചര്യമുണ്ട്, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ള വിവരം എന്റെ വൈഫിന്റെ വായിൽ നിന്ന് പുറത്തു പോകാനിടയായി. ഇത് അവിടെ ഡിസ്കസ് ചെയ്ത് ഈ കറയും കുത്തി ഇവരുടെ ചെന്നു, ഈ കുട്ടിയുടെ മാതാവിന്റെ അടുത്ത് ചെന്നു. അത് എങ്ങനെയാണ് ചെന്നത്, എത്രത്തോളമാണ് ചെന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. അത് ചെന്നു എന്നതൊക്കെ പിന്നീടാണ് അറിയുന്നത്. ഈ സംഭവം ഇങ്ങനെ കറങ്ങി കുത്തി ചെന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഏകദേശം ഈ സംഭവം നടക്കുന്ന ജൂൺ മാസത്തിലാണ്. സ്കൂൾ തുറന്ന് ജൂൺ ഒരു 2 ആഴ്ച യൂണിഫോം ഒക്കെ കിട്ടി. ആ യൂണിഫോം ഒക്കെ പിള്ളേർ കാണിക്കാൻ വരുന്ന കൂട്ടത്തിൽ വന്ന് ഓർക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ജൂൺ മാസത്തിലെ ജൂലൈ ആദ്യത്തിനുള്ളിലാണ്. എന്നാൽ പിന്നെ ഈ കുട്ടി ഞങ്ങളുടെ വീട്ടിൽ വരികയോ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ വരാറില്ല എന്ന് പറയുന്നു. വൈഫ് പറഞ്ഞു വീട്ടിൽ വരുന്നില്ല, കണ്ടില്ല, ഇങ്ങനെ ഇരിക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഒരു സെപ്റ്റംബർ 29-ാം തീയതി ആയപ്പോഴത്തേനും ഒരു അമ്മ വിളിക്കുകയാണ് രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന്. അമ്മയെല്ലാം അയൽക്കത്ത് ഓൾ വരികയാണ്. അമ്മയ്ക്ക് സുഖമില്ല, അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ചേഷ്ടനും ഈ പറഞ്ഞ സുവിശേഷ വേലയായിട്ട് മറ്റൊരിടത്ത് താമസിക്കുന്നു. അപ്പൊ ഈ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മയുടെ കാലിൽ വെരിക്കോസ് വെയിൻ ഇങ്ങനെ ഞരമ്പ് ചുരുങ്ങി പോയിട്ട് കാല് നടന്നു പെട്ടെന്ന് വീണ് ഈ ഞരമ്പ് വലിഞ്ഞുകൂടി ഈ കാല് പിന്നെ നൂർക്കാൻ പറ്റാത്ത വഴിയിൽ ഇരിക്കുകയായിരുന്നു.
അപ്പൊ വഴിയിൽ ഈ മഴ പെയ്തിട്ട് ആ മഴയത്ത് എണീറ്റ് പോകാൻ കഴിയാതെ ആ വഴിയിൽ വീണ് എന്താ പറയാ ഇരിക്കുന്ന ഇരിപ്പിൽ ആ മഴ നനയത്. ലാസ്റ്റ് അയൽക്കാരെല്ലാം കൂടെ എടുത്ത് ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രി, പത്തനംതിട്ട ജനറൽ ആശുപത്രി കൊണ്ടുവന്നിട്ടാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് പോയി. അപ്പം ഈ അമ്മയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാനോ മറ്റു ഇതിനൊന്നും കാരണം വയ്യാത്തത് കൊണ്ട്, സ്ത്രീകളുടെ സഹായം വേണ്ടിയിരുന്നുകൊണ്ടും എൻ്റെ വൈഫിന്റെ ഒരു സഹായം ആവശ്യം വന്നു. അപ്പൊ ഞങ്ങൾ തൽക്കാലം വീട്ടിൽ പോയി നിൽക്കേണ്ടതായി ഒരു സാഹചര്യം ഉണ്ടായി. സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യം ഞാൻ താമസിച്ചിരുന്ന ആ വീടിന്റെ ഓണർ ഒരു പാസ്റ്ററാണ്. അദ്ദേഹം കല്ലുമല ചർച്ചിൽപ്പെട്ട ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഇന്നുപോലെ എനിക്ക് ആ വീട്ടിൽ ഞാൻ വരാൻ ഇച്ചിരി വൈകും, കാരണം അമ്മയ്ക്ക് ഇങ്ങനെ സുഖമില്ല, അതുകൊണ്ട് എനിക്ക് വരാൻ വൈകുമെന്നാ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണോ, ഒരു കാര്യം ചെയ്യുമോ, അന്ന് വീട് ഇപ്പൊ പെട്ടെന്ന് താമസം വരുന്നില്ല, വീട് എന്തിനാ നിങ്ങൾ വാടക തരുമേ, അത് നിങ്ങൾ വീട് ഒഴിഞ്ഞു തന്നേരെ. കാരണം എനിക്ക് ഈ പറയുന്ന പാസ്റ്റർക്കും അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫർ കിട്ടുകയാണ്, ചങ്ങനാശ്ശേരി ആ ഭാഗത്ത് എവിടെ ട്രാൻസ്ഫർ കിട്ടുകയാണ്. അപ്പൊ എനിക്ക് ഈ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ എനിക്കുള്ള ഫർണിച്ചേഴ്സ് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല, ഇത്രയും ദൂരമല്ലേ, അതുകൊണ്ട് കുറച്ച് സാധനം ആ വീട്ടിൽ കൊണ്ട് ഇട്ടിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുമെങ്കിൽ വേറെ ഏതെങ്കിലും വീട് നോക്കുക, കാരണം ഇനിയിപ്പോൾ എന്തായാലും ദീർഘനാളത്തേക്ക് ആ വീട് തരാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സാധനം ഇടണമല്ലോ, പിന്നെ നിങ്ങളുടെ എഗ്രിമെന്റ് തീരുന്ന വരെ ഞങ്ങൾ നോക്കിയിരിക്കാം എന്നോർത്താണ് അദ്ദേഹം എന്നോട് നേരത്തെ പറയാതിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ ഒഴിവാക്കി തരാം, കാരണം എനിക്ക് ഇനി പെട്ടെന്ന് അമ്മയുടെ അടുത്ത് പോകാനും പറ്റില്ല, ഇട്ടിട്ട് പോകാനും പറ്റില്ല, കാരണം ജ്യേഷ്ഠനാണെങ്കിൽ മറ്റു ദൂര ദേശത്താണ് ഉള്ളത്, മറ്റ് ആരുമില്ല. ജ്യേഷ്ഠൻ കർണാടകത്തില് ഹുബ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ പിന്നെ ഈ ഫർണിച്ചേഴ്സ് എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോരാൻ കഴിയും, അതായത് ഈ സ്വന്തം ദേശത്ത് തന്നിത്തോട്ടിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ഇരിക്കെ കോട്ടയത്തു നിന്നൊരു ചർച്ചിലേക്ക്, അവിടെ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചാണ്, അപ്പൊ ആളില്ല. അപ്പം അവിടെ അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്നാൽ അവിടോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവിടെ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യാം, ഇനിയിപ്പം മറ്റു കാര്യങ്ങളൊക്കെ തടസ്സം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ കാര്യം, അപ്പം ഇവിടുന്ന് നേരെ വീട്ടിനടുത്തേക്ക് പോയി വരാലോ, എപ്പോഴും പോയി വരാം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ കുറച്ച് ദിവസത്തേന് വീട്ടിൽ നിന്ന് വന്നു നിന്നാണെങ്കിൽ ശുശ്രൂഷ നടക്കാം, വൈഫിന് പോയി നിൽക്കാം എന്നോർത്ത് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്, വീണ്ടും ഈ പന്തളത്തേക്കുള്ള ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിലേക്ക് ഞങ്ങൾ ഇത് മാറ്റുകയാണ്. ഫർണിച്ചർ സാധനങ്ങളൊക്കെ മാറ്റി ഞങ്ങൾ അവിടെ ചർച്ചിലേക്ക് ചാർജ് എടുക്കുക. അവിടെ ഒരു മാസത്തോളം പോലും നിൽക്കുന്നതിന് മുമ്പേ, ഒരു മാസം ആയില്ല, ഒരു മാസത്തോളം ആയി, അടുത്ത് ഒരു മാസം ഒരു ഞായറാഴ്ചയുടെ പുറകെ, ലാസ്റ്റ് ഞായറാഴ്ചയാണ് മാറേണ്ടത്. ഒരു മാസത്തോളം ആയതിനു മുമ്പ് എന്റെ ഫാദറിലോ, എന്റെ വൈഫിന്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് പറയാം, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇങ്ങനെ പോലീസ് ഇങ്ങനെ അന്വേഷിച്ചു വിളിച്ചു, എന്താണെന്നറിയില്ല, എന്നാ സംഭവം എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെയാ പറയുന്നത്, എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലല്ലോ, അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്ര നാളായില്ലേ, നമുക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയും, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ പോയി പോലീസിൽ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അവർ പോയി പോലീസിൽ, അമ്മയും അതായത് എന്റെ ഫാദറിലോയും അമ്മയും പോയി മദർ ലോയുടെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചു. അവരുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമില്ല സാർ, അവർ ഇതിന്റെ സ്ഥലത്താണുള്ളത്, ഈ പറയുന്ന സാഹചര്യത്തിലൊന്നും അവരില്ല, ഇവരിപ്പം പോയിരിക്കുന്നു, അങ്ങനെ മോശമല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കാര്യങ്ങൾ അയച്ചു. എന്നാൽ അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഈ പ്രൊസീജിയർ കൈക്കൊള്ളാതിരിക്കാൻ കഴിയില്ല, കോടതി മൂലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് പോകണം, കാരണം നിയമം അങ്ങനെയാണല്ലോ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കേട്ട ഒരു മറുപടി. അപ്പൊ ആ സാഹചര്യം വെച്ചിട്ട്, അങ്ങനെ ഒരു സാഹചര്യം വെച്ചിട്ട് പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല അദ്ദേഹത്തോട് വിളിക്കുക, ഇതേ കാണുന്നു. അങ്ങനെയാണ് ഞാൻ നവംബർ 3-ാം തീയതി പോലീസ് സ്റ്റേഷനിലേക്ക് ഞാനും എന്റെ പിതാവും വൈഫൊക്കെ ആയിട്ട് ഞങ്ങൾ ചെല്ലുകയാണ്. അവിടെ വെച്ച് ചെല്ലുമ്പോഴാണ് പറയുന്നത്, താങ്കളെ ഇതുപോലെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്, ഇങ്ങനൊരു കേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ കാര്യം കാണിച്ചു തരികയാണ്. ശരിക്കും പറഞ്ഞാൽ കാണിച്ചു തരികയല്ല, പറയുകയാണ് ചെയ്തത്. ഞാനത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് ചോദിക്കാനൊന്നും എനിക്കറിയില്ല. ആ കേട്ട പാതി കേൾക്കാത്ത പാതി എന്റെ സകല മൈൻഡും എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സകല മെമ്മറിയും പോയി. ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് ടെൻഷനാണ്. എനിക്ക് തിരിച്ചു ചോദിക്കാറില്ല, ഞാൻ ജീവശവം പോലെ അവിടെ നിന്നു എന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അന്ന് മുതൽ അത് കഴിഞ്ഞ് അവരെന്നെ അവിടുന്ന് 3-ാം തീയതി അറസ്റ്റ് ചെയ്തു. അന്ന് പിറ്റേ ദിവസം തന്നെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എന്നാൽ 28-ാമത്തെ ദിവസം എനിക്ക് ജാമ്യം ലഭിച്ചു. സാധാരണഗതിയിൽ ഒരു പോക്സോ കേട്ട് ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും ജയിലിൽ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, മറ്റു പ്രതികളായിക്കോട്ടെ, അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തായാലും ഇങ്ങനെ ഒരു കേസ് വന്നാൽ 3 മാസം കഴിയാതെ ഒരു കാരണവശാലും ജാമ്യം ആർക്കും കൊടുക്കൂല, അത് സാധാരണയുള്ളതാണ്, നീ അതുകൊണ്ട് 3 മാസത്തിന് ജാമ്യം ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ എല്ലാരും പറഞ്ഞു അങ്ങനെ. എന്നാ കോടതി പിന്നെ കണ്ടീഷൻ ഉണ്ടാവും, പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടണം, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എന്നാൽ എനിക്ക് കോടതി 28-ാമത്തെ ദിവസം ജാമ്യം തരികയും തന്നെയല്ല,
ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ജാമ്യം മേടിച്ച് 2 പേരെ വെച്ച് ജാമ്യം വെച്ച് 25,000 രൂപയുടെ ഷുവർട്ടി കൊണ്ട് ജാമ്യം എടുത്ത് പുറത്തിറങ്ങി. പിന്നെ ഞാൻ എങ്ങോട്ട് പോകണമെന്നോ അല്ല പോകരുതെന്നോ ആരെയും കാണരുതെന്നോ വിളിക്കരുതെന്നോ പറയരുതെന്നോ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഇതുമില്ല, ഫ്രീഡമാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അല്ല രാജ്യം വിടരുതെന്ന് ഒന്നും പറഞ്ഞില്ല, ഒരു കണ്ടീഷനും ഉപാധികളൊന്നും ഇല്ലാതെ ജാമ്യം തന്നു. ഒരു വെയില് 2 ആൾ ജാമ്യം മാത്രം തന്നിട്ട് പിന്നെ ജാമ്യം തന്നു. അപ്പൊ ഞാൻ അന്നേരം എന്നോട് ഇത് തരുമ്പോ തന്നെ ഇങ്ങനെയാണ് ജാമ്യം കിട്ടിയെന്ന് പറയുമ്പോൾ ആ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ ഇത് ഭയങ്കരമായി പോയല്ലോ. കാരണം ഇങ്ങനെ ഒരു കേസ് നീ ഒന്ന് വക്കീലിനോട് ചോദിക്കണം, ഇനി ഓർഡറിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാണോ എന്ന് ചോദിക്കണം എന്ന് ജയിലിലെ ഉദ്യോഗസ്ഥനോട് എന്നെ അന്ന് ഒപ്പിട്ട് പേപ്പർ വർക്ക് ചെയ്ത ഉദ്യോഗസ്ഥനോട് സംശയം കൊണ്ട് ചോദിക്കുക. സാധാരണ ഇങ്ങനെ വരാറില്ല. അവിടെ ഈ വാദികളെ കാണരുത്, സംസാരിക്കരുത്, അവരുമായിട്ട് മിണ്ടരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയാറുള്ളതാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞു, എടാ ഇത് കേസൊക്കെ പോയി, ഇത് ഒരു കാര്യമുള്ള കാര്യം, ഇത് വെറും പൊട്ട കേസാണ്, കാരണം നമ്മൾ ഇതിങ്ങനെ കുറെ ആൾക്കാരെ വേറെ പ്രതികളെ കാണുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും അതായത് നമുക്ക് അന്നേരം ഒരു വിശ്വാസം വന്നു, ഈ കേസിന്റെ ഒരു മെറിറ്റ് ഉള്ള കേസല്ല, അതുകൊണ്ടാണ് ഒരു ഉപാധി ഇല്ലാതെ നമ്മളെ ജാമ്യം തന്ന് ജഡ്ജി വിട്ടത്. അപ്പൊ കേസ് തീർന്നു. കേസ് ഒരു കാരണം അല്ല. എന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ്, എന്റെ ക്രൈം എന്താണെന്ന് എനിക്കറിയാലോ. ഞാൻ ഇങ്ങനൊരു ഇൻസിഡന്റ് നടന്നെങ്കിലല്ലേ നമ്മൾ അതിനെ കൊണ്ട് പേടിക്കേണ്ട ആവശ്യമുള്ളൂ പാസ്റ്റേ. ഇൻസിഡന്റ് നടക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു അമിതമായ വിശ്വാസം ഉണ്ടായത്, അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനൊക്കെ വിവരിക്കേണ്ടി വരും. കാരണം കോടതി 28ാമത്തെ ദിവസം എനിക്ക് ജാമ്യം തന്നു. ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീഡം ആണ് എനിക്ക് തന്നിട്ടുള്ളത്. അതിനകത്തൊരു പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നോ ഒപ്പിടണമെന്നോ ഒന്നും പറയാതെ അങ്ങനെ തന്നപ്പോൾ ഞാൻ ചിന്തിച്ചത്, സ്വാഭാവികമായും മറ്റു പലരുടെയും പറഞ്ഞു കേട്ട ഇത് വെച്ചിട്ട് ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു കാരണവശാലും നിലനിൽക്കത്തില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് കോടതി എന്ത് ചെയ്തത്, കാരണം ഇനി ഇതിന് ട്രയൽ ഉണ്ടെന്നോ ഇതിന് ട്രയൽ നടത്തി ആൾക്കാരെല്ലാം വിസ്തരിക്കുമെന്നോ പിന്നെയാണ് ശിക്ഷിക്കുന്നതെന്നോ ഒന്നും അറിയാനുള്ള ഒരു അറിവോ ജ്ഞാനമോ ഒന്നും എനിക്ക് അന്നേരം ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞ എന്റെ അറിവിന്റെ പാപ്പരത്വമാണ് എന്നെ ഇതിലേക്ക് നയിച്ചതിന്റെ ഏറ്റവും വലിയ കാരണം. അപ്പം കാരണം നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പെറ്റി കേസ് പോലും കൊടുക്കുക, കാരണം പോലീസിനെയും വളരെ ബഹുമാനിച്ച് ഭയന്ന് നിയമത്തെയും ഭയന്നാണ് നമ്മൾ കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സുശേഷകർ അല്ലെങ്കിൽ ആത്മീയരെന്ന് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഒന്നിനും വയലേഷൻ ഉണ്ടാക്കരുത്, നമ്മൾ നിയമത്തിന് കീഴ്പ്പെടേണ്ടവരാണ് എന്ന കാഴ്ചപ്പാട് പാലിക്കേണ്ടതാണ്. നമ്മൾ നിയമം തെറ്റിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസം. അപ്പൊ ഞാൻ വീണ്ടും ചിന്തിച്ചു, എനിക്കെതിരെ എന്തെല്ലാം പരാതി പറഞ്ഞാലും ഈ കോടതി നിയമവും തെളിവും ഒന്നും നോക്കാതെ വെറുതെ അങ്ങ് ശിക്ഷിക്കില്ലല്ലോ. ആ 5-6 എന്നെ ഇതുപോലെ കോടതിയിൽ വീണ്ടും വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വിളിക്കും. അപ്പൊ കോടതി ഹാജരാകുകയും ഞാൻ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തു. സംസാരിക്കല്ല, അങ്ങനെ ഞാൻ പോയി അദ്ദേഹത്തെ കോടതി ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ ഒരു വക്കീലിനെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് ഇങ്ങനെ ചെല്ലുമ്പോൾ എൻ്റെ കിട്ടുന്ന ഞാൻ ജോലി ചെയ്ത് നേടിയെടുക്കുന്ന പൈസയുടെ ഒരു ഭാഗം അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം അടുത്ത ഡേറ്റ് വരാൻ പറയുന്നു. അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. എനിക്ക് അതിനകത്ത് സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആ അഭിഭാഷകനായിക്കോട്ടെ, എനിക്ക് കേരളത്തിൽ നിൽക്കാൻ, ഈ പറഞ്ഞൊരു കേസ് വന്നുകൊണ്ട് കേരളത്തിൽ ഇരിക്കാൻ എനിക്ക് വളരെ മാനഹാനിയും വളരെ മാനസിക പ്രയാസം നേരിട്ടു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ ഞാൻ ഇത് നേരെ എൻ്റെ മദറിലൂടെ അനിയത്തി ഒക്കെ ഈ കർണാടകത്തിൽ അവരുടെ ജോലിയുള്ള ബന്ധത്തിൽ അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ. അപ്പൊ അവര് എന്നോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് പോകാം, നമുക്ക് ഇവിടെ താമസിക്കാം, ഇവിടെ അത്യാവശ്യം ജോലി എന്ത് ചെയ്യാം, ജീവിച്ച് കുഴപ്പമില്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയും ഞങ്ങൾ ഈ പറയുന്ന ഈ ദേശത്ത്, കർണാടക ദേശത്ത് താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടുന്ന് ഞാൻ ഇത്ര ദീർഘദൂരം യാത്ര ചെയ്ത് 2-3 ദിവസത്തോളം സമയം എടുത്തിട്ടാണ് ഒരു ദിവസം കോടതി ചെല്ലുകയും ഇത്രയും ദീർഘദൂരം ട്രെയിൻ യാത്ര ചെയ്തും ബസ് യാത്ര ചെയ്തും പണം ചെലവാക്കി വക്കീലിനടുത്ത് ചെല്ലുകയും. ചില ദിവസങ്ങളിലാണെങ്കിൽ കോടതി ജഡ്ജി ഇല്ലെങ്കിലും വക്കീൽ വിളിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പൈസ കിട്ടേണ്ട ദിവസം കിട്ടണമല്ലോ. കാരണം 2 മാസം കൂടുമ്പോഴാണ് കോടതി ചിലപ്പോൾ വിളിക്കുക, ചിലപ്പോൾ 1 മാസത്തിൽ 2 മാസമാണ് സാധനം വിളിക്കുക. സാധാരണ എന്നെ വിളിക്കുന്നില്ല 2 മാസം 2.5 മാസം കൂട്ടിയിട്ടാണ് ഡേറ്റ് ഇടുന്നത്. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, അതൊരു അനുകൂലമായിരുന്നു സാഹചര്യം. അങ്ങനെ വരുമ്പോഴാണെങ്കിൽ ഇവർക്ക് പൈസ കിട്ടേണ്ടതിന്റെ പേരിൽ ഈ അഭിഭാഷകർ എന്ത് ചെയ്യുന്നറിയോ, അന്ന് കോടതി വന്നില്ലെങ്കിലും കുഴപ്പമില്ലെങ്കിലും അവർ വരാൻ പറയും, അല്ലെങ്കിൽ വരണ്ടെന്ന് പറയില്ല. ഞാൻ വന്നു കഴിയുമ്പോൾ അവർ അത് ഇന്ന് കയറണ്ട, ഇന്ന് വിളിക്കുമ്പോൾ കയറണ്ട എന്ന് പറഞ്ഞ് മാറ്റി ഇറക്കുകയും ചെയ്യും. പക്ഷെ കിട്ടാനുള്ള പൈസ അവരെന്ത് ചെയ്യും, വാങ്ങിയെടുക്കുകയും ചെയ്യും. അതാണ് അവരുടെ സ്വഭാവം. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ ഈ അഭിഭാഷകനാണെങ്കിൽ പൈസ മേടിച്ച് ഒരു 4 വർഷത്തോളം അദ്ദേഹം എന്റെ കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ 5-ാമത്തെ വർഷം
2 മാസം കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിന് എന്നോട് പറഞ്ഞു, എനിക്ക് ഇയർ ബാലൻസ് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ഉണ്ട്, ട്രീറ്റ്മെന്റ് ആണ്, സുഖമില്ലാതിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഷിബുവിന്റെ കേസിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഞാനല്ല മറ്റൊരു വക്കീലിനെ കൂടെ വെക്കുകയാണ്, പിന്നെ ഞാനും ഉണ്ട് എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഫീസ് കൊടുക്കണം, ഇദ്ദേഹത്തിന് ഉണ്ടെ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കണ്ടൊരു KM പരീത് എന്ന് പറയുന്ന ഒരു വക്കീലിനെ കണ്ടു. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. വളരെ നല്ല ഇടപെടലാണ്, ഓപ്പൺ ആയിട്ട് സംസാരിക്കാം, അദ്ദേഹം നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കാം, അങ്ങനെ ഒരു സാഹചര്യമാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലായത്. പക്ഷെ അദ്ദേഹത്തിന് ഈ കേസ് 1 വർഷത്തോളം നോക്കി, അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ പൈസ കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കേസ് ട്രയൽ ചെയ്യാനായിട്ട്, വിചാരണ നടത്താനായിട്ട് പോസ്റ്റ് ചെയ്തു, ഷെഡ്യൂൾ ചെയ്തു 2 ആഴ്ച കഴിഞ്ഞ് ട്രയലിന് ഡേറ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു രാത്രി എന്നെ വിളിച്ചു, അത് ഷിബു, മറ്റൊന്നും തോന്നരുത്, നിങ്ങൾക്ക് ഒരു വേറൊരു വക്കീലിനെ വെക്കാൻ കഴിയുമോ, എനിക്കാണെങ്കിൽ ഇപ്പൊ അപ്പൻഡിക്സിന്റെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഈ സമയമാകുമ്പോൾ എനിക്ക് ഒരുപക്ഷെ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്നേരം അത് പ്രയാസമല്ലേ, നിങ്ങൾക്ക് നല്ലൊരു അഭിഭാഷകനെ വെക്കാൻ കഴിയുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഈ രാത്രി, പ്രത്യേകിച്ച് രാത്രി 10 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് എങ്ങോട്ട് ആരെ വിളിക്കും, എന്ത് വിളിക്കും, കാരണം ഒരു മനുഷ്യൻ നമുക്ക് സപ്പോർട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കൊരു ചോദിക്കാനോ റെഫർ ചെയ്യാനോ സപ്പോർട്ട് ഇല്ലാത്ത ഒരു ഒറ്റപ്പെടൽ, വളരെ വലിയൊരു ഒറ്റപ്പെടൽ നമുക്ക് നേരിട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്താ സാറേ എന്താ ചെയ്യുക, ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത്, എന്നാൽ ഷിബു പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, എന്നെക്കാളും 2 വർഷം കൂടെ സീനിയർ ആയിട്ട് 35 വർഷം സർവീസ് ഉള്ള ഒരു അഭിഭാഷകനുണ്ട്, തൊടുപുഴ കോതായിക്കുന്ന് ഓഫീസുള്ള ഒരു ജോൺസൺ എന്ന് പറഞ്ഞൊരു വക്കീലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ഷിബു, നിങ്ങൾ ഇത്രയും പൈസയൊക്കെ മുടക്കി 2 വക്കീലുമാരെ നിങ്ങൾ നടത്തിയതല്ലേ, നിങ്ങൾ അദ്ദേഹത്തിന് ഒരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ട്രയൽ നന്നായിട്ട് നടത്തി തരും, കേസ് വാദിച്ചോട്, നിങ്ങളൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു. ശരി, ഇത്ര ആയില്ല, ഇനി അതുകൂടെ കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്ന് 10,000 രൂപ ഞാൻ എടുത്ത് ഈ അഭിഭാഷകന് കൊടുത്തു. ഈ അഭിഭാഷകനാണെങ്കിൽ ഇത് വാങ്ങിച്ച് ഒരു വിറ്റ്നസ്, ഇത് കേസിലെ സാക്ഷികൾ എന്ന് പറയുന്ന പരാതിക്കാരിയും അതിന്റെ മാതാവും വന്ന് സാക്ഷിമൊഴി പറഞ്ഞ് കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കേസ് കോടതി കഴിഞ്ഞ സമയത്ത് എന്നോട് പറയാണ്, ഷിബു, ഞാൻ ഇങ്ങനത്തെ കേസ് കൈകാര്യം ചെയ്യുന്നത് 1 ലക്ഷം രൂപ ഫീസിനാണ്, നിങ്ങൾ എനിക്ക് ഇത്രയും പൈസ പോരാ എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ 1 ലക്ഷം രൂപ എന്നോട് വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ പെട്ടെന്നൊരു ടെൻഷനും ഷോക്കും ഉണ്ടായി. കാരണം എന്നോട് 10,000 രൂപ കൊടുത്താൽ മതി, ഇന്ന് നല്ല വക്കീലാണ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മറ്റേ അഭിഭാഷകൻ പറഞ്ഞ് വിശ്വസിച്ചു. കാരണം അവരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കഴിഞ്ഞ വർഷങ്ങളായിട്ട് മേടിച്ചിട്ടിരിക്കുന്ന. അപ്പൊ അങ്ങനെ അവർ മേടിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് എന്താണെന്നൊരു ഇതില് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, മറ്റേ പഴയ വക്കീലിനെ വിളിച്ചു പറഞ്ഞു, ഷിബു ഒരു കാരണവശാലും കൊടുക്കണ്ട. അദ്ദേഹം എന്തോ തെറ്റിദ്ധരിച്ച് പറഞ്ഞാണ്, ഞാൻ അദ്ദേഹമായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ ഡീൽ ചെയ്തോളാം, കാര്യങ്ങൾ പറഞ്ഞോളാം, അദ്ദേഹത്തിന് എന്തോ തെറ്റിദ്ധാരണ മൂലം പറഞ്ഞതാ എന്ന് എന്നോട് പറയാനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ അന്നിങ്ങനെ സംസാരിച്ചെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്തില്ല, ഇദ്ദേഹം ഈ തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതാണെന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം പിന്നീട് ഈ അഭിഭാഷകൻ എന്നോട് കാര്യം ചോദിച്ചുമില്ല, ഞാൻ അദ്ദേഹത്തിനൊട്ട് കൊടുത്തുമില്ല. അപ്പൊ അദ്ദേഹം ഒരു 10,000 പൈസ ചോദിച്ചാണെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 10,000 രൂപ കൂടെ ഈ അഭിഭാഷകന് വീണ്ടും കൊടുത്തു. അങ്ങനെ 20,000 രൂപ ഈ കേസ് ട്രയൽ നടത്തിയ അഭിഭാഷകൻ കൊടുത്തു. എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തിയായില്ല. അദ്ദേഹം കേസിൽ വേണ്ടി ഒന്നും പറഞ്ഞുമില്ല, ചോദിച്ചുമില്ല, അറ്റ്ലീസ്റ്റ് ഒരു ട്രയൽ പോലും ചൊവ്വേന്നേരം നടത്തിയില്ല എന്നുള്ളതാണ്. ഒരു വേണ്ട വിധത്തിലുള്ള ചോദ്യങ്ങളോ ചോദിക്കുകയോ അവരെ ക്രോസ് ചെയ്യുകയോ അല്ലെ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുകയോ പോലും ചെയ്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സംഭവം, ഒരു ക്രൈം നടക്കുന്നു ഇന്ന്, അതായത് എന്റെ കേസിൽ എനിക്ക് കേസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കേസ് നടക്കുന്നു എന്ന് പറയുന്നത് ദിവസം 18 എന്ന് പറയുന്ന ദിവസമാണ്, 18/10/2014. എന്നാൽ ഈ കേസിന്റെ പരാതി കിട്ടി എന്നതിനെ കുറിച്ച് പ്രോസിക്യൂഷൻ തന്നെ രേഖാമൂലം ഹാജരാക്കിയിരിക്കുന്നത് 17/10/2014. അതായത് ഈ സംഭവം ഈ നാളെയാണ് നടക്കുന്നെങ്കിൽ ഇന്ന് തന്നെ പരാതി അവർക്ക് ലീഗലി കിട്ടിയെന്ന് ഈ പ്രോസിക്യൂഷന്റെ രേഖകളിലുണ്ട്. ഒരു സംഭവം നടക്കുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ പരാതി കിട്ടിയെന്ന് രേഖാമൂലം പ്രോസിക്യൂഷൻ തന്നെ അവകാശപ്പെടുമ്പോൾ അത് എത്രത്തോളം അതിന് അടിസ്ഥാനമുണ്ടെന്ന്, അത് വളരെ പ്രീ പ്ലാൻഡ് ആണെന്ന് വളരെ ചെറിയ ബുദ്ധിക്കാർക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത്ര ഉണ്ടായിട്ട് പോലും അതായത് സംഭവം നടക്കുന്നതിന്റെ ഡേറ്റ്, സംഭവം നടന്നു എന്ന് പരാതി കൊടുത്ത ഡേറ്റിന്റെ ഒരു ദിവസം മുമ്പ് തന്നെ പരാതി കിട്ടിയെന്നാണ് തെളിവ്. പരാതി കിട്ടിയെന്ന എക്സിബിറ്റ് P11, അതായത് തെളിവ് രേഖ P11 അവർ പരാമർശിച്ചിട്ടുണ്ട്. അതായത് പ്രോസിക്യൂഷൻ കൊടുക്കുന്ന തെളിവിൽ പരാതി കിട്ടിയ ഡേറ്റ് സംഭവം നടന്ന ഡേറ്റിന്റെ തലേ ദിവസമാണ്. അതായത് ഈ എന്നെ ശിക്ഷിക്കാനായിട്ട് ബഹുമാനപ്പെട്ട തൊടുപുഴ പോക്സോ കോടതി കണ്ടെത്തിയ ഏറ്റവും അമൂല്യമായ ഒരു തെളിവാണത്. ഞാനത് വളരെ ഇത്തിരി ഇത് കൂട്ടിക്കുക, അതിനുള്ള അമർഷത്തോടു കൂടിയാണ് പറഞ്ഞതെന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ തെറ്റില്ല. കാരണം അത്രയും നിയമം കണ്ണു തുറക്കേണ്ട നീതിദേവത എന്ന് ലോകത്തിന്റെ മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞ നീതിദേവത എന്ന് പറയുന്ന കോടതി
ഒരു തെളിവ് പോലും ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഇത്രയും പ്രോസിക്യൂഷൻ കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ള അവരുടെ രേഖ, ഡിഫൻസ് അല്ല പ്രോസിക്യൂഷന്റെ രേഖയാണ്. അതിൽ പോലും ഒരു ദിവസത്തിന് മുമ്പ് തന്നെ പരാതി കിട്ടി എന്ന് പറയുമ്പോൾ ഈ കേസ് ഫാബ്രിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ അത് പ്രീ പ്ലാന്റെ ഫലമായിട്ടുണ്ടായതാണെന്ന് ഏതൊരു സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് ചിന്തിച്ചാൽ മനസ്സിലായി. അതുപോലും കോടതിയെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന മൊഴിക്കകത്ത് തന്നെ പറയുന്നുണ്ട്, ഈ പെൺകുട്ടി പറയുന്ന ഈ സംഭവത്തെ കുറിച്ച്, ഈ ഡിസ്ക്ലോസ്, ഈ എന്താ പറയാ പുറത്തറിയുന്ന വിഷയം, ഈ പറഞ്ഞ ഈ ക്രൈമിനെ കുറിച്ച് പുറത്തു പറയുന്ന വിഷയം, താൻ പുറത്തുനിന്നറിയുന്ന അതിന്റെ കഥ ഇങ്ങനെയാണ്. അതായത് ഈ പെൺകുട്ടിയെ 18/10/2014 എന്ന് പറയുന്ന ദിവസം ശാരീരികമായി, ഇത് ലൈംഗികപരമായി അതിനെ അബ്യൂസ് ചെയ്തു. ഷിബു എന്ന പാസ്റ്റർ അബ്യൂസ് ചെയ്തു. അബ്യൂസ് ചെയ്തതിന്റെ പരിണത ഫലമായി അതിന്റെ വജിനൽ പാർട്ട്, ദെൻ അതിന്റെ പ്രൈവറ്റ് പാർട്ടില് ചൊറിച്ചിലുണ്ടായി. ആ ചൊറിച്ചിലിന് മരുന്ന് മേടിക്കാനായിട്ട് ഈ സ്കൂളിൽ ഒരു നേഴ്സ് ഉണ്ട്, ആ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എന്ന് പറഞ്ഞ നേഴ്സ് ഉണ്ട്. ആ നേഴ്സിന്റെ അടുത്ത് മരുന്ന് മേടിക്കാൻ ചെന്നപ്പോഴാണ് ഇത്തരണത്തിൽ ഈ സംഗതി എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി ആ ഭാഗം കാണിച്ചു തന്നു. ഈ നേഴ്സ് ഈ ഭാഗം പരിശോധിച്ചപ്പോൾ ആ ഒറിജിനൽ പാർട്ട് വളരെ റെഡ് കളറിൽ ഇരിക്കുന്നു, ഇഞ്ചുറീസ് നിറഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് ഈ പ്രോസിക്യൂഷൻ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോ അത് ഈ 18 നടക്കുന്ന സംഭവത്തിന്റെ പരിണിത ഫലമാണ്. അതിന്റെ വേദനയും ചൊറിച്ചിലുമാണ് ഈ ഇഷ്യൂസ് പുറത്തു വരാനുള്ള കാരണം. അപ്പം ഈ 18 നടക്കുന്നതിന്റെ വേദനയും ചൊറിച്ചിലിനെ കുറിച്ചും പരാതി 17 തന്നെ ലീഗലി ചെന്നു എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു സംഗതി പറഞ്ഞാൽ, ഈ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എന്ന് പറയുന്ന, അതായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധാരണ കേരളത്തില് ആശാ വർക്കർമാരുടെ തൊട്ട് മുകളിലുള്ള സ്ഥാനമാണ്. അതായത് ഈ ഫീൽഡ് വർക്കാണ് അവർക്കുള്ളത്. രണ്ടോ മൂന്നോ വാർഡിന്റെ ചുമതല കൊടുത്തുകൊണ്ട് ആരോഗ്യ ബോധവൽക്കരണം നടത്തുക, അത്യാവശ്യം കിടപ്പിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുക, അങ്ങനെയുള്ള ഒരു വാർഡ് തലങ്ങളിൽ പബ്ലിക്കിന്റെ ഇടയ്ക്ക് ഇറങ്ങേണ്ട ഒരു ജോലിക്കാരാണ് ഈ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്. അതിനൊരിക്കലും എന്തല്ല സ്കൂളിൽ പോസ്റ്റിംഗിലില്ല, നിയമം അനുവദിച്ചിട്ടില്ല. ഇനി തന്നെയല്ല, അവരിനി BSc നേഴ്സ് ആയിക്കോട്ടെ, BSc നേഴ്സ് ആണെങ്കിൽ തന്നെ അവർക്ക് ഒരു മെഡിസിൻ പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് അധികാരമില്ല. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യാൻ അധികാരമില്ല. ഇനി മറ്റൊന്നും കൂടെ പറഞ്ഞാൽ, ഈ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ മരുന്ന് വിതരണം ചെയ്യാനുള്ള അധികാരമുള്ളത് ഒരു ഫാർമസിസ്റ്റിനാണ്. ഈ ഫാർമസിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് വിതരണം ചെയ്യാൻ കഴിയുള്ളൂ. അതും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ അവർക്കും അധികാരമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പീഡിയാട്രിക് സെക്ഷനിൽ പെടുന്ന കുട്ടികളെ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരു നഴ്സിനെ വെച്ചു എന്നും, അത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, അറ്റ്ലീസ്റ്റ് ANM പോലും പഠിച്ചിട്ടില്ല എന്ന് ഓർക്കണം, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ വെച്ചു എന്നും, ആ നേഴ്സാണ് ഈ കുട്ടിയെ പരിശോധിച്ചതെന്നും താൻ കണ്ടു എന്നും പറയുന്നുണ്ട്. എന്നിട്ട് ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കും. അതെന്റെ എനിക്ക് വേണ്ടി കീഴ്ക്കോടതി വാദിച്ച അഭിഭാഷകന്റെ ഒരു വലിയൊരു ഔദാര്യ ദാനമായിട്ട് ഞാൻ കാണുകയാണ്, അദ്ദേഹത്തിന്റെ ത്യാഗമായിട്ട് ഞാൻ കാണുകയാണ്. അദ്ദേഹം ചോദിച്ചു ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞിട്ട് നിങ്ങൾ ഇതിന് എന്തെങ്കിലും മരുന്ന് കൊടുത്തോ? ഇല്ല. നിങ്ങൾ മരുന്ന് കൊടുക്കണമെന്നോ ആശുപത്രി കൊണ്ടുപോകണമെന്നോ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. കൊണ്ടുപോവുകയോ ചെയ്തോ? ഇല്ല. ഇങ്ങനെ ഒരു സംഗതി കണ്ടു. ഈ പറഞ്ഞ ക്രിട്ടിക്കൽ സ്റ്റേജ് അറിയാം. ഒരാളുടെ ഒരു പ്രത്യേകിച്ച് ഒരു ഗേൾസിനെ സംബന്ധിച്ച് നോക്കിയാൽ അവരുടെ പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുന്നത് വളരെ സുതാര്യമായ അല്ലെങ്കിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ. അവിടെ ഇങ്ങനെ ഒരു പരിക്കുകൾ ഉണ്ടായെങ്കിൽ നാളെ അത് ഇൻഫെക്ഷൻ ആയിട്ട് വ്യാപിച്ച് അത് അവരുടെ ജീവിതത്തെയും അവരുടെ ഫ്യൂച്ചറിനെല്ലാം ബാധിക്കുന്ന ഒരു ഘടകമാണ്. പക്ഷെ അത് കണ്ട ഒരു നേഴ്സ് എന്ന് പറയാം, ഒരു സ്ത്രീയാണ് ഓർക്കണം, ഒരു നേഴ്സ് എന്നുള്ള സ്ത്രീ എന്ന പരിഗണനയിൽ പോലും അവരൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഈ സ്കൂൾ അധികൃതരോ ഇവരാരും തയ്യാറായില്ല എന്ന് തന്നെ ഇവർ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ഈ ജഡ്ജി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ദിവസം, അതായത് ഞാൻ പറഞ്ഞു തന്ന പോയിന്റ്, ഈ നേഴ്സിനോട് പറയുന്ന ദിവസം അങ്ങനെയാണ്. നേഴ്സിനോട് പറഞ്ഞത് കേട്ടിട്ടാണ് ഈ 17-ാം തീയതി ഒരു ദിവസം മുമ്പേ ഈ പരാതി കൊണ്ടുപോയെന്ന് ചൈൽഡ് ലൈനിൽ ചെന്നത് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഈ നേഴ്സിനോട് പറയുന്ന ദിവസം തന്നെ നേഴ്സിനോട് പറഞ്ഞ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാ പറയുന്നത്, നേഴ്സിനോട് പറഞ്ഞ അന്ന് തന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും അച്ഛനും ഈ കുട്ടിയും കുട്ടിയുടെ പിതാവും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞിരുന്നു, പോലീസുകാർ അത് എഴുതിയെടുത്തിരുന്നു. പിന്നെ മറ്റൊന്ന്, ഈ നേഴ്സിനോട് പറഞ്ഞു, അത് കഴിഞ്ഞ് ഞങ്ങൾ പോലീസ് വന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പ് നടത്തി. ഈ പെൺകുട്ടി പറയുന്നത്, ഈ നേഴ്സിനോട് ഈ കാര്യം ആദ്യമായിട്ട് കുട്ടി ഈ പറയപ്പെടുന്ന പരാതി പറയുന്ന അന്ന് തന്നെ ഞങ്ങൾ ആശുപത്രിയിലും പോയി, പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിയത് 26/10/2014 ആണെന്നും ആശുപത്രി കൊണ്ടുപോയി പരിശോധിച്ചത് 26/10/2014
രേഖാമൂലം പ്രോസിക്യൂഷൻ പോലീസ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള തെളിവ് രേഖകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയെ ഇങ്ങനെ സെക്ഷൽ അബ്യൂസ് നടന്നു എന്നുള്ള ഒരു അലഗേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ട്, ഈ കംപ്ലൈന്റ് കിട്ടിയിട്ടും FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 17-ാം തീയതി കിട്ടിയിട്ടും FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 26-ാം തീയതിയാണ്. ഈ 26-ാം തീയതിയാണ് ഈ കുട്ടിയെ മെഡിക്കൽ പരിശോധന നടത്തിയതും, ഈ 26-ാം തീയതിയാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തതും, ഈ 26-ാം തീയതിയാണ് ഈ കുട്ടി ഡിസ്ക്ലോസ് ചെയ്തത്, ഈ പറയപ്പെടുന്ന വിവരം പറഞ്ഞത്. അതിന് അതിന്റെ ആകത്തുക മനസ്സിലാക്കിയാൽ ഇതാണ്: ഈ കംപ്ലൈന്റും സംഗതിയെല്ലാം നടത്തിയതിനു ശേഷം ഇങ്ങനെ ഒരു സംഭവം ഈ കുട്ടിയെ കൊണ്ട് പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഈ കുട്ടിയെ പഠിപ്പിച്ച് ഈ നേഴ്സിനോട് പഠിപ്പിച്ച് ഇതൊരു കേസിന്റെ പ്രോപ്പർ ചാനലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി 6 ദിവസം കൂടി നീണ്ടുപോയി, അല്ലെങ്കിൽ 10 ദിവസം ഇവരെടുത്തു എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ. പോലീസിന് കംപ്ലൈന്റ് കിട്ടി എന്ന് പോലീസിന് മറ്റൊരു രേഖയിൽ തന്നെ, പ്രോസിക്യൂഷൻ രേഖയിൽ തന്നെ 21-ാം തീയതി കിട്ടിയെന്ന് അവര് പറയുന്നുണ്ട്. 21-ാം തീയതി രേഖയിൽ പറയുന്നെങ്കിലും 26-ാം തീയതി നിയമം അനുസരിച്ച് 24 മണിക്കൂറിനകം ഇപ്പൊ സാധാരണ നോർമൽ CRPC അനുസരിച്ചാണെങ്കിൽ, ക്രിമിനൽ നടപടി അനുസരിച്ചാണെങ്കിൽ 24 മണിക്കൂറിനകം ഇങ്ങനെ അലഗേഷനുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, ഒരു സ്ത്രീ ഉപദ്രവിക്കപ്പെട്ടു എന്നൊരു അലഗേഷൻ, ഒരു ആരോപണം വന്ന 24 മണിക്കൂറിനകം അവരെ മെഡിക്കൽ പരിശോധന നടത്തേണ്ടതുണ്ടെന്നാണ് നിയമം. ഇനി മറ്റൊന്ന്, പോക്സോ ആക്ട് 24 അനുസരിച്ചാണ് പറയുന്നതെങ്കിൽ ഈ ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും വേണ്ട, ഈ ഒരു സാധനവും വേണ്ട. ഈ ഒരു സാധനം ഇല്ലാതെ, ഒരു കാര്യമില്ലാതെ തന്നെ അവരെ എന്ത് ചെയ്യാൻ കഴിയും? അവരെ ഇതിന് വൈദ്യപരിശോധന നടത്തണമെന്നാണ് നിയമം. ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ട, ഒരു പരാതി കിട്ടണ്ട, ഒരു വിവരം കിട്ടിയാൽ മാത്രം മതി, അപ്പൊ തന്നെ കൊണ്ടുപോയി പരിശോധന നടത്തുന്നതാണ് പോക്സോ ആക്ട്. കാരണം അത് ക്രിട്ടിക്കൽ ഒരു സബ്ജക്റ്റ് ആണ്. അതായത് ഇത് ഇങ്ങനെ ഒരു സംഗതി ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്ര ഡേഞ്ചർ ആയിട്ടുള്ള സംഗതിയാണ്. അത് കുട്ടിയുടെ മാനസികമായുള്ള പ്രശ്നമാണ്, ശാരീരികമായുള്ള പ്രശ്നമാണ്, അവരുടെ ലൈഫിന്റെ എല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് അത്ര വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അതാണ് നിയമം അത്ര എന്നിട്ട് പോലും ഈ 17-ാം തീയതി കിട്ടിയിട്ട് ഈ കുട്ടിയെ മരുന്ന് മേടിക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ പോലീസിൽ അറിഞ്ഞിട്ട് 21-ാം തീയതി FIR ചെയ്യുകയോ കോടതി ഹാജരാക്കുകയോ ഒന്നും ചെയ്തില്ല. അതിന്റെ കാരണം ഇതാണ്. അത് വളരെ വ്യക്തമായിട്ട് കുട്ടി തന്നെ പറയുന്നുണ്ട്. കാരണം കുട്ടിയെ എന്റെ അഭിഭാഷകൻ എനിക്ക് വേണ്ടി അപേക്ഷ ചോദിച്ചിട്ടല്ല പറഞ്ഞേക്കുന്നത്, അത് ചീഫ് എക്സാമിനേഷൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോൾ തന്നെ കുട്ടിയുള്ള കാര്യം സത്യവാസത തുറന്നു പറഞ്ഞു. അതായത് ഈ സംഭവമൊക്കെ നടന്നു എന്ന് പറയുന്ന ദിവസങ്ങൾക്കെല്ലാം ശേഷം ഈ കേസെല്ലാം രജിസ്റ്റർ ചെയ്യുന്ന അന്നാണ് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞത് എന്നുള്ളത് ഈ പെൺകുട്ടി തന്നെ പറഞ്ഞു. കാരണം അത് എന്റെ വക്കീല് ചോദിച്ചതിന്റെ ഒന്നും അല്ല, പെൺകുട്ടിയുടെ മൊഴിയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഡയറക്റ്റീവ് പറയുന്നുണ്ട്. അപ്പൊ അത്രയധികം എന്താ പറയാ, ഡിഫൻസ് മെറിറ്റുള്ള, അതായത് പ്രതിഭാഗത്തിന് ആനുകൂല്യമുള്ള അല്ലെങ്കിൽ നിരപരാധിയാണെന്ന് തെളിയുന്ന ഒരു രേഖ പോലും തെളിയിക്കപ്പെട്ട സംഗതികൾ അതുപോലും കണക്കിലെടുക്കാതെയാണ് ഇരട്ട ജീവപര്യന്തം. ഇനിയിപ്പോ ഞാൻ ഈ ക്രൈം ചെയ്തു എന്നിരിക്കട്ടെ, ഞാൻ ഈ ക്രൈം ചെയ്തു എന്ന് പറഞ്ഞാലും ഈ ക്രൈം ചെയ്ത് ഈ കുട്ടിയെ കൊന്നു കളഞ്ഞു വെച്ചോ, ഞാൻ റേപ്പ് ചെയ്ത് അല്ലെങ്കിൽ അബ്യൂസ് ചെയ്ത് കൊന്നു, എന്നാലും എനിക്ക് ഈ ശിക്ഷയെ തരാൻ നിയമം അനുശാസിക്കുന്നുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരാള് റേപ്പ് ചെയ്ത് കൊന്നു കഴിഞ്ഞാലും അതിന്റെ കൂടെ ഒരു വകുപ്പ് IPC 302 എന്നൊരു സെക്ഷൻ കൂടി ആഡ് ചെയ്യുമെന്നല്ലാതെ അതിനകത്ത് വേറെ വധശിക്ഷ തരാൻ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് ഇല്ല. അപ്പൊ ഈ മരണപ്പെട്ടാലും കിട്ടുന്ന ശിക്ഷയാണ് എനിക്ക് ഇവിടെ അടിച്ചത്. അപ്പൊ ഒന്ന് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഈ പൊതുജനം, അതായത് നമ്മൾ വിശ്വാസികളാണ്, പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കോടതി എന്ന് പറയുന്ന, കോടതിയുടെ വിധി എന്ന് പറയുന്ന സത്യമല്ല. ഇനി സുപ്രീം കോടതിയുടെ വിധി പോലും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി വിധി നിയമമാണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന അനുശാസിക്കുന്ന ഒരു കാര്യമാണ്. സുപ്രീം കോടതിയുടെ വിധി അന്തിമമാണ്. പക്ഷേ എന്നിരുന്നാലും ഈ സുപ്രീം കോടതിയിൽ പോകുന്ന കേസുകൾ പോലും എങ്ങനെയാണ്, കാരണം ജഡ്ജിമാർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അവർ പറയുന്നതിന് ബേസ് ഉണ്ട്, അവർക്കൊരു നിയമമുണ്ട്. പ്രോസിക്യൂഷൻ പറയുന്നതിനെതിരെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ആരോപിച്ചിരിക്കുന്നതിനെതിരെ ഡിഫൻസ് ആയ എനിക്ക് വേണ്ടി ഹൈക്കോടതി കയറി എന്നാൽ എനിക്ക് വേണ്ടി ഹാജരാകാനായിട്ട് ഞാൻ എന്റെ വക്കാലത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് പറയേണ്ട പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും, ഇതിന്റെ സാമ്പത്തിക മറ്റു കാര്യങ്ങൾ, ക്രമവിക്രയങ്ങളെല്ലാം എന്റെ അഭിഭാഷകനായ ഇന്നയാളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് എന്റെ പവർ ഓഫ് അറ്റോർണി ഞാൻ എഴുതി കൊടുത്ത്, ആ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്ന ഈ വക്കാലത്ത് നേരെ കോടതി സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം എനിക്ക് വേണ്ടി വക്കാലത്ത് കോടതിയിൽ ആർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന അഭിഭാഷകൻ
അതായത് എന്റെ പ്രതിനിധിയായിട്ട് ഞാൻ എന്തൊക്കെയാണോ പറയേണ്ടത്, എന്റെ നിരപരാധിത്വം ഞാൻ പറയേണ്ട കാര്യങ്ങൾ എനിക്ക് വേണ്ടി നിന്നിട്ട് എന്റെ വക്കീൽ ഇത് പഠിച്ച് അവർ നിയമം വെച്ച് വ്യാഖ്യാനിച്ച് അതിന്റെ നിയമപ്രകാരം നിലനിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ആ സംഗതി അവതരിപ്പിക്കണമെന്നതാണ്. അല്ലെങ്കിൽ കോടതിയിൽ ബോധിപ്പിച്ചെങ്കിൽ മാത്രമാണ്. അതെ, അതായത് നമ്മുടെ വക്കീലിന് കോടതിയെ ബോധിപ്പിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് നീതി കിട്ടത്തുള്ളൂ. നമ്മുടെ വക്കീല് പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദിക്കുന്നത് കേട്ട് ജഡ്ജി വിധി പറയും. അപ്പോൾ ജഡ്ജിന്റെ വിധി വന്നാലും നമ്മുടെ നീതി നിർവഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ കാര്യം ബോധിപ്പിക്കാൻ നമ്മുടെ വക്കീൽ വിജയിക്കണം. അത് ഷിബുവിന് കിട്ടിയില്ല. തീർച്ചയായും. അപ്പൊ ഇനിയിപ്പോ മുന്നോട്ട് വേഗത്തിൽ, കാരണം നമ്മുടെ ഒത്തിരി കഥകൾ ഇനിയും പറയാനുണ്ട്. ഒന്നുകൂടെ ഒന്ന് സ്പീഡപ്പ് ചെയ്താൽ. അതെ, അങ്ങനെ ഇരട്ട ജീവപര്യന്തം വിധിക്കപ്പെട്ടു. അതിനുശേഷം അതായത് ഈ ഇരട്ട ജീവപര്യന്തം വിധിക്കപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ എന്റെ വാസത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ കേസ് 2023 ഞാൻ ഈ പല വക്കീലുമാരുടെ അടുത്തും പൈസ കൊടുത്തും അവരെ ഞാൻ കേസ് ഏൽപ്പിച്ചിട്ടും അവരോട് റിക്വസ്റ്റ് ചെയ്തു, എനിക്കൊരു ബെയിൽ എടുത്ത് തരണം, ഞാൻ നിങ്ങൾ കേസ്, കാരണം ഞാൻ ചെയ്തില്ല, ഇന്നസെന്റ് ആണ്. എന്റെ വൈഫ് വിളിച്ചു പറയുന്നു, സംസാരിക്കുന്നു, ഒക്കെ ചെയ്യുന്നു, എല്ലാവരും സംസാരിക്കുന്നു, മറ്റാരും ഇല്ല. എന്റെ വൈഫ് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് വേണ്ടി സംസാരിക്കാനുള്ളത്. എന്റെ വൈഫ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. കാരണം മറ്റാരും സഹായിക്കാനോ സംസാരിക്കാനോ ഇടപെടാനോ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ പലരും കൈവെക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇവരാരും ഈ പറഞ്ഞ ഈവൻ എന്റെ മദർ, എന്റെ ബ്രദർ, ഇവരാരും, ഇപ്പൊ എന്റെ ബ്രദർ ശുശ്രൂഷകനാണ്, ഈ പറഞ്ഞ ഒരു മനുഷ്യരും ഈ പറയുന്ന കാര്യങ്ങളിൽ വെറുതെ പോലും എന്താണ് നീ ചെയ്തതാണോ എന്ന് എനിക്കതിലൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളത് എന്നാന്ന് വെച്ചാൽ, ഞാൻ കുറ്റം ചെയ്തെന്നിരിക്കട്ടെ ചെയ്തില്ലാന്നിരിക്കട്ടെ, വഴക്ക് പറയാനെങ്കിലും ഒരു ദൈവദാസന്മാരോ അല്ലെങ്കിൽ എന്റെ സ്വന്തം സഹോദരങ്ങളോ ഇല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളുടെ മുഖത്ത് നിൽക്കുന്നവരോ വഴക്ക് പറയാനെങ്കിലും ഒരാളെ ചെന്ന് കണ്ടിട്ട് എന്താണ് നിങ്ങൾ ചെയ്തത് നമ്മുടെ സമൂഹത്തിന് അപമാനമല്ലേ എന്ന് പറയാനെങ്കിലും ഒന്ന് അവരെ കാണണമെന്നുള്ള ഒരു മെന്റാലിറ്റി പോലും നമ്മുടെ ഈ എന്താ പറയാ വിശുദ്ധ സഭ എന്ന് നമ്മൾ വിശുദ്ധ ജനം എന്ന് അവകാശപ്പെടുന്ന ഈ പെന്തക്കോസ്തൽ കൂട്ടായ്മയ്ക്കില്ല. കാരണം അതായത് കോടതിയുടെ വിധി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് എല്ലാവരും അകന്നു, മുദ്രകുത്തി. ജഡ്ജ്മെന്റ് ആണ് ഇവർ കാരണം അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഒരു കാര്യം, കോടതിയുടെ വിധി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവര് ജനം എന്ത് ചെയ്യുന്നു, അവർ അന്നേരം വിധിച്ച് തള്ളുകയാണ്, പോയി. പിന്നെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു കോടതിയുടെ വിധി വന്നു, ഈ രണ്ടാമത് ഹൈക്കോടതിയുടെ വിധി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോ ഈ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഒരു സ്നേഹിതന്റെ വീട്ടിലാണ്. കാരണം എന്റെ വീട്ടിൽ ഇതിനുള്ള സാഹചര്യം റേഞ്ചിനൊക്കെ കുറവുണ്ട്, എന്റെ ഫോൺ സൗകര്യം കുറവുണ്ട്. അപ്പൊ ഞാൻ എന്റെ സ്നേഹിതന്റെ ഫോൺ എടുത്താണ് ഞാനിപ്പോ സംസാരിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോ സൂമിൽ മീറ്റിംഗ് കൂടെ നിൽക്കുന്നത്. അപ്പോ ഞാൻ വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേറെ ആരും വിളിച്ചില്ല, ജസ്റ്റ് വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വന്ന് കയറി. ഞാനിങ്ങനെ വന്നു എന്ന് ജസ്റ്റ് ഞാൻ വിളിച്ചതേ ഉള്ളൂ. വിളിച്ചു കഴിഞ്ഞ് ഞാൻ വന്നൊന്ന് കുളിക്കാൻ പോലും ഗ്യാപ്പ് കിട്ടിയില്ല. അതിനു മുമ്പ് ഞാൻ നോക്കുമ്പോൾ എന്റെ ഈ സ്നേഹിതനും അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ വരാനിടയിൽ. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നിരീശ്വരവാദിയാണ് എൻ്റെ ഒരു ഫ്രണ്ട്, ഇവിടെ തന്നെയുള്ള കർണാടകത്തിലുള്ള. അദ്ദേഹം യുക്തിവാദം പറയുന്ന ഒരാളാണ്. അദ്ദേഹമാണ് എനിക്കെതിരെ ഒരുപാട് മോശമായൊക്കെയും പറയുകയും ആൾക്കാരോട് പറയുകയൊക്കെ ചെയ്തു എന്ന് ഞാനിങ്ങനെ മറ്റു പലരും അറിഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അത്ര വിശ്വാസമൊന്നും പോരായിരുന്നു. അദ്ദേഹം എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു, അത് ശിക്ഷ കുറച്ചായിരിക്കും, എന്തായാലും അങ്ങനെ സംഭവിക്കാനില്ല, കാരണം കോടതി ഇത്രയും ശിക്ഷിച്ചിട്ട് പിന്നെ അങ്ങനെ വെറുതെ വിടുകയില്ലല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴത്തേനും പത്രമാധ്യമങ്ങളുടെയും ടിവിയിലൂടെയും വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറയപ്പെടുന്ന ആള് നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഷിബു തെറ്റുപറ്റി, ഞങ്ങൾ അത് വിശ്വസിച്ചു പോയി എന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഒരു നിരീശ്വരവാദം പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ വ്യക്തി പോലും അദ്ദേഹത്തിന്റെ തെറ്റ് എന്നെ ജഡ്ജ്മെന്റ് ചെയ്ത തെറ്റ് തിരുത്താൻ തയ്യാറായപ്പോൾ ഇന്ന് നമുക്ക് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയ നീ അവനോട് പോയി നിരപ്പാകണമെന്നുള്ള പ്രമാണമുള്ള നമ്മള് വിശ്വാസികള് ഒരു മനുഷ്യൻ ഞങ്ങള് വിളിച്ചില്ല കേട്ടോ, അല്ലെങ്കിൽ സോറി ഞങ്ങള് തെറ്റിച്ചു കേട്ടോ എന്നൊരു വാക്ക് പറയാൻ എന്റെ കൂടെ പ്രവർത്തകരായി നിന്നിട്ടുള്ള അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരേ വേദികൾ പങ്കിട്ടുള്ള പ്രാർത്ഥന മീറ്റിംഗുകൾ പങ്കിട്ടുള്ള ഒരു മനുഷ്യൻ പോലും തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വേദനിപ്പിക്കുന്ന അനുഭവം. തീർച്ചയായും അതെ, ഞാൻ പ്രേക്ഷകരോട് പറയുക, അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞത്, നിങ്ങളൊരു കമന്റിലും സോറി സഹോദര, ഞങ്ങൾ അന്ന് ഓർത്തതുപോലല്ല കാര്യങ്ങളെന്ന് ഇന്ന് അറിഞ്ഞതിൽ ഞങ്ങൾക്ക് മനസ്താപമുണ്ട് എന്നൊരു വാക്കിലും കമന്റ് ഇടണം. കാരണം നിരീശ്വരവാദി പെട്ടെന്ന് വിശ്വസിക്കും കേട്ടോ, പക്ഷെ നമ്മുടെ ആൾക്കാർ എന്തായിരിക്കും ചിന്തിക്കുന്നതെന്നറിയാമോ? അവർ ചിന്തിക്കുന്ന, പണ്ട് ഞാൻ അങ്ങനെ വിശ്വസിച്ച് ഇയാളെ എതിർത്തു, ഇനിയും ഞാൻ പോയി ഒന്ന് കീഴടങ്ങുന്നത് ഒരു ഈഗോ പ്രശ്നമാണ്. നമുക്കൊക്കെ ഈഗോ ഉണ്ടല്ലോ, നമ്മുടെ ആൾക്കാർക്ക് സ്വല്പം കൂടുതൽ ചിന്തയുണ്ട്. നമ്മുടെ ആൾക്കാർ ചിന്തിക്കുക എങ്ങനെയാ
അവൻ ഇനി നേരാണെന്ന് പറയുന്നത്. ഷിബു പാസ്റ്റർ ഇനി ഒരു കാര്യം പറയാം. പലരുടെ ആഗ്രഹം എന്തായിരിക്കുന്നറിയാം, ഷിബു പാസ്റ്ററുടെ ഈ വിധിയൊക്കെ വെറുതെ വന്നതാണെന്ന് കേട്ടായിരുന്നെങ്കിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, അങ്ങനല്ലായിരുന്നു കേട്ടോ, ഇവനെ ഒന്നുകൂടെ തിരിച്ച് വിധിച്ച് അകത്തിടണമെന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ട്. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് വിട്ടുകളഞ്ഞേരെ. കാരണം നമുക്കറിയാം നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നെന്നുള്ളത്. ക്ഷമിക്കുക, യേശു കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക. സ്വന്തം സ്നേഹിതൻ ഒരുപാട് വിധിച്ച് യൂദാസല്ലേ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തത്. അങ്ങനെയൊക്കെ സംഭവിക്കും. ജോസഫിന്റെ കൂടെ ആരും ഇല്ലായിരുന്നു കേട്ടോ, ദൈവമേ ഉള്ളായിരുന്നു. അതെ, പറഞ്ഞാട്ടെ വേഗത്തിൽ. ഒരു കാര്യം ഞാൻ ഒരു ബൈബിളിൽ, അതായത് യേശു കർത്താവിന്റെ മുന്നില് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്നപ്പോ കർത്താവ് കുനിഞ്ഞിരുന്നിട്ട് ഒറ്റ ഒരാളെ നോക്കിയില്ല. നോക്കാതെ എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തില്ല ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അവരെല്ലാം കല്ല് താഴെ എല്ലാരും പോയി. അതായത് അതിൽ നിന്ന് ഒരു മനസ്സിലാകണമെന്ന് പാസ്റ്റേ, അതായത് നമ്മള് ഇപ്പൊ ഇവര് പറയുന്ന ആൾക്കാർ ഈ നമ്മുടെ കുറ്റം അല്ലെങ്കിൽ നമ്മുടെ കുറ്റബോധമാണ് നമ്മളെ മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഞാൻ ഈ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ വേറൊരാളെ കുറിച്ച് ഇങ്ങനെ ഒരു അലഗേഷൻ കേൾക്കണം, അതവൻ ചെയ്തിട്ടുള്ളതായിരിക്കും, കാരണം ഞാനിത് പണ്ട് ചെയ്തിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ആ കുറ്റം, അതായത് നമ്മളിലുള്ള കുറ്റബോധമാണ് മറ്റുള്ളവരെ കുറ്റം വിധിക്കാനായിട്ട് ഏറ്റവും പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. അതായത് ഈ കാരണം ആ കല്ലിടാനായിട്ട് പറഞ്ഞപ്പോൾ ഒരുത്തിനും കല്ലിട്ടിട്ട് ഒരുത്തിനും വിധിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്നാ? അപ്പൊ ഏറ്റവും ആദ്യം എറിഞ്ഞു കൊല്ലാൻ വേണ്ടി നടന്നത് ആരാന്ന് ചോദിച്ചാൽ കുറ്റവാളികളാണ് എറിഞ്ഞു കൊല്ലാനായിട്ട് നടന്നത്. ഇന്നിപ്പോ എന്നെ വിധിച്ചെന്ന് പറയുന്നത്, വിധിച്ച ആൾക്കാർ, ഞാൻ അങ്ങനെ അടച്ചു പറയല്ല, അങ്ങനെ വിധിക്കണമെന്നോ ഈ പറഞ്ഞ പാസ്റ്റ് പറഞ്ഞ കാറ്റഗറിപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം. കാരണം നമ്മൾ ആരെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയും, നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും. അത് ദൈവജനമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ വിധി നമ്മളിൽ ഏൽക്കാതിരിക്കേണ്ടതിന് നമ്മൾ സ്വമേധയാ ഒന്ന് ശോധന ചെയ്യേണ്ട കാര്യം. പിന്നെ എന്നോട് സോറി പറയാനോ ഇത് പറയാനോ ഞാൻ ഒരിക്കലും ഞാൻ ഡിപ്പെൻഡ് ചെയ്യില്ല. പിന്നെ മറ്റൊരു കാര്യമാണ് ഞാൻ പറയാം, ഞാൻ ഈ 6 വർഷക്കാലം ഇതിനു മുമ്പ് ഇത്രയും വർഷങ്ങളോളം സുവിശേഷ വേല ചെയ്തും മറ്റു പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നടന്നു. ഈ സമയത്ത് ഞാൻ അന്നേരമൊക്കെ ചിന്തിച്ചു, ഞാൻ നന്നായിട്ട് എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നുണ്ടാവാം, അല്ലെങ്കിൽ നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, നല്ലൊരു ജീവിതമാണ് നയിക്കുന്നതൊക്കെ ഒരു ചിന്തയായിരിക്കും ഉണ്ടാവാം. പക്ഷേ ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ഈ എന്റെ 33-ാം വയസ്സിലാണ് ഞാൻ ജയിലിലേക്ക് പോകുന്നത്. 33-ാമത്തെ വയസ്സിൽ ജയിലിൽ പോകുന്നു. ഈ 33-ാമത്തെ വയസ്സ് വരെ ഞാൻ ജീവിച്ചപ്പോ ഈ ജീവിച്ചത് മുഴുവൻ ഞാൻ മണ്ടത്തരമാണ് ചെയ്തു കൂട്ടിയെന്നും ഞാൻ അതുവരെയും ശുദ്ധ മണ്ടനായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഞാൻ ഇതിനകത്ത് കയറിയ പിന്നെയാണ്. അതായത് നമ്മളെ മാറ്റാൻ ദൈവം സഹായിച്ചു. നമ്മുടെ ചിന്ത നമ്മൾ നല്ലത്, നമ്മൾ വിശുദ്ധൻ, മറ്റുള്ളവരുടെ തിന്മയൊക്കെ കാണുമ്പോൾ നമ്മൾ വിമർശിക്കുക, അല്ലേ? അങ്ങനെയൊക്കെ അന്ന് ജീവിച്ചത്. അതെ, ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിധിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഞാൻ കുറ്റബോധത്തോടെ ഞാൻ ഇഞ്ചാനിയോടെ നിന്ന സമയത്ത് ഒരു ദേവദാസനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ ആളെ മനസ്സിൽ, ഞാൻ മറ്റുള്ളവരോടൊന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു എതിർത്ത മനോഭാവമായിരുന്നു എന്റെ മനസ്സിലുണ്ടായത്. കാരണം ഞാൻ പലരെയും അത് അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും അല്ല എന്നുള്ള ഒരു ഈഗോ, ഒരു അഹങ്കാര മൈൻഡ് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വിധി, ഞാൻ വിധിച്ച വിധിയാൽ ഞാൻ വിധിക്കപ്പെട്ടപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായത്. ഇത് ഇനി നാളെയും എനിക്ക് കിട്ടുന്നതാണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ വിധിക്കപ്പെടും. സമയങ്ങൾ ഓടിപ്പോകുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്പീഡപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോഴാണ് നിയമങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്, അല്ലേ? അപ്പോൾ ആ സാഹചര്യങ്ങൾ മുതൽ ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്താ, എങ്ങനെയാണ് പുറത്തു വന്നത്, അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അനുകൂലമായി വിധി ഉണ്ടായത്? അഭിഭാഷകരുടെ നിസ്സഹകരണ നിമിത്തം ഞാൻ സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. അതിനൊരു കാരണമുണ്ട്, എനിക്കത് പറയാതിരിക്കാൻ തരില്ല. എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു ഹൈന്ദവനാണ്, മാത്രമല്ല നമ്പൂതിരി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരു 10-26 വർഷത്തോളം ഇപ്പോൾ ജയിലിലുണ്ട്. അദ്ദേഹം ഹിന്ദു ആണെങ്കിലും അദ്ദേഹം ബൈബിളിനെ അറിയാം, ബൈബിളിനെ കുറിച്ച് പറയുകയും എന്നെ വളരെ മോട്ടിവേഷൻ ടോക്ക് തന്ന് നമ്മളെ ബലപ്പെടുത്തി എന്നെ നടത്തിയ ഒരു വ്യക്തിയാണ്. അവിടെ ഒരു പാസ്റ്റർമാർ എന്നെ ബലപ്പെടുത്തിയിട്ടില്ല, ഒരു വിശ്വാസികൾ ബലപ്പെടുത്തിയിട്ടില്ല. എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിച്ചതും എന്നെ കേസിലേക്ക്, ഇന്ന് ഞാൻ ഈ കോടതിയുടെ മുന്നിൽ, ഞാൻ പറഞ്ഞു കീഴ്ക്കോടതിയിൽ കയറി നിന്നപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാൻ എൻ്റെ കാതിൽ ഒരു എരമ്പൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ഭയന്ന് നിന്നിരുന്ന ഞാൻ, വിറച്ചു നിന്നിരുന്ന ഞാൻ, ഇത്ര
ഇത്രയും ധൈര്യത്തോടെ പ്രതിയായ ഞാൻ ഹൈക്കോടതിയുടെ മുമ്പിൽ 2 ജഡ്ജിമാരുടെ മുമ്പിൽ എനിക്ക് വേണ്ടി വാദിക്കാൻ ഞാൻ തന്നെ കയറി നിൽക്കാൻ ഇടയായതിന്റെ പിന്നിൽ ഒരു പ്രേരകനുണ്ട്. അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഇന്നും എന്നെ ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്ന്, സഹോദരന്റെ സ്ഥാനത്ത് നിന്ന്, ഉപദേശകന്റെ സ്ഥാനത്ത് നിന്ന് വഴക്ക് പറയേണ്ടത് വഴക്ക് പറഞ്ഞും ശാസിക്കേണ്ടത് സ്നേഹിച്ചും ഒക്കെ കൊണ്ടുവന്ന മറ്റൊരു തടവുകാരനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഷിബിൻ സിംഗ്. അദ്ദേഹമാണ് എന്നെ നിയമത്തിന്റെ ചില ജഡ്ജ്മെന്റുകൾ എന്റെ കയ്യിലേക്ക് തന്നിട്ട്, മോനെ ഇത് നിനക്ക് പ്രയോജനപ്പെടും, നീ വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്കൊരു കോൺഫിഡന്റ് കിട്ടിയത്, നിയമത്തിൽ എനിക്ക് പ്രതീക്ഷ തന്നത്. കാരണം കോടതി ഇങ്ങനെ വിധിച്ചപ്പോൾ ഇനി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. ഞാൻ രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ രാത്രി കൊണ്ട് ഈ ജീവിതം അവസാനിച്ചില്ലേ, കണ്ണ് തുറക്കരുതേ എന്ന് പറഞ്ഞു. സാധാരണ വചനം പറയുന്നു, സന്ധ്യയെങ്കിലോ കരച്ചിൽ വന്ന് രാപ്പാർക്ക് ഉഷസ്സിലോ ആനന്ദ ഘോഷം വരും. സത്യം പറഞ്ഞ എന്റെ ഭാഗം നേരെ തിരിച്ചായിരുന്നു. സന്ധ്യയെങ്കിൽ സന്തോഷം വരുന്നത്, കാരണം ഈ രാത്രി കൊണ്ട് മരണപ്പെട്ടിരുന്നെങ്കിൽ ഉഷസ്സിൽ എണീറ്റോ ഇന്നും നേരം വെളുത്ത് ഇന്ന് ഞാൻ മരിച്ചില്ലേ എന്ന ഒരു ചിന്തയോടെ എണീറ്റ ദിവസങ്ങളുണ്ട്. വളരെ തകർന്നു. അതായത് തകർന്നു എന്ന് പറഞ്ഞാൽ അതിന് അങ്ങേയറ്റം മാനസികമായി നമ്മൾ ടെൻഷൻഡ് ആയിരുന്നു, മാനസികമായി ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ഒരു സപ്പോർട്ടോ, ഒരാളുടെ ഒരു നമുക്ക് എന്താ പറയാ, ഒരു സപ്പോർട്ടോ ഒരു കൈത്താങ്ങോ ഇല്ലാതെ നമ്മൾ വളരെ ഇതായി നമ്മൾ ഇത് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്താ പറയാ, ഞാൻ തളർന്നു പോയപ്പോൾ എന്നെ ബലപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് ഞാൻ നിയമം പഠിക്കാനും അദ്ദേഹത്തിന്റെ സപ്പോർട്ടോട് നിയമം പഠിച്ച് ഞാൻ കേസ് പഠിക്കാനും അതുപോലെ കോടതിയിൽ വാദം പറയാനൊക്കെ സഹായിച്ചു. ജൂൺ മാസം 18-ാം തീയതി കോടതി എന്നെ വിളിച്ചു. കോടതി ചെന്നപ്പോൾ തന്നെയും ജഡ്ജിമാരും ഒരുപാട് വക്കീലുമാരൊക്കെ ഉണ്ടായിരുന്നു. ജൂൺ മാസം 18-ാം തീയതി ആർഗ്യുമെന്റ് നടന്നു. എനിക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഞാൻ ഒരു ടെൻഷനും ടെൻഷനുണ്ട്. അന്നിരുന്ന് ദൈവസേന ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനിത് പറയും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കിടക്കും, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂടത്തിന് പാഞ്ഞില്ല. അതുപോലെ തന്നെ ഞാൻ ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്താൽ ഞാൻ കോടതിയിൽ പോകും. എന്നിട്ട് എനിക്ക് വേണ്ടി എന്നെ ശിക്ഷിച്ച ഈ വ്യാജമായ രേഖകൾ കൊണ്ട് എന്നെ ഇരട്ട ജീവനും ശിക്ഷിച്ച ആ ജഡ്ജ്മെന്റ് എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് കീറിയിട്ട് കൈവച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഞാൻ പൊടിച്ചു കളയും, എന്റെ ദൈവത്താൽ അത് സംഭവിക്കും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ കോടതിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും ഒരു കോടതിയിലോ ഇങ്ങനെയൊന്നും കയറി നിന്നിട്ടില്ല, കണ്ടിട്ട് പോലും ഇല്ലാത്ത ഞാൻ. എന്ന് വെച്ചാൽ അന്ന് എനിക്ക് ദൈവം ഒരു ഭയങ്കരമായ ഒരു ധൈര്യം തന്നു. എന്റെ ഒരു കഴിവല്ല, ദൈവത്തിന്റെ വലിയ കൃപയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തു. ഞാൻ അത്രയും നന്നായിട്ട് കൗണ്ടർ ചെയ്യുമെന്നോ ക്രോസ് ചെയ്യുന്നോ സംസാരിക്കുമെന്ന് പോലും, കാരണം എതിർഭാഗം പറയുമ്പോഴും ജഡ്ജിമാരെ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ കൗണ്ടർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആ സമയത്ത് അത് വളരെ നന്നായിട്ട് ദൈവം എന്നെ ഉപയോഗിച്ചു. അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. അങ്ങനെ പറഞ്ഞു 30-ാം തീയതി എന്നെ അവിടുന്ന് ജയിൽ മോചിതനായി കോടതി ഉത്തരവിട്ടു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങാനിടയായി. അതായത് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു ഈ തെളിവുകൾ വ്യാജമാണ്. പ്രത്യേകിച്ചും ആ കുട്ടിയുടെ വൈദ്യപരിശോധനയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് തെളിവുണ്ടായിരുന്നു അല്ലേ? വൈദ്യപരിശോധന തെളിവുണ്ടെന്ന് ഡോക്ടറുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇനി ഫോറൻസിക് ശാസ്ത്രീയ പരിശോധന, ഇനിയിപ്പോ മറ്റേ വജനൽ സ്വാബ് സ്മീർ അതിനുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. മറ്റ് മെറ്റീരിയൽ എവിഡൻസ് എന്ന് പറയുന്ന, കോടതി ഭാഷ പറഞ്ഞ മെറ്റീരിയൽ എവിഡൻസ് എന്ന് പറയുന്ന ഡോക്യുമെന്റുകളുണ്ട്, എക്സിബിറ്റ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. ഇതിലൊക്കെ പറയുന്ന മൊഴികളും പറയുന്ന രേഖകളും എല്ലാം കോൺട്രഡിക്ഷനാണ്. ഇനി ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കിട്ടി എന്ന് പറയുന്ന പരാതി പോലും ഇല്ല നിലവിൽ, ഇമാജിനേഷൻ മാത്രമാണ്. അതിന് രേഖ ഒരു രേഖ ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങളുടെ ഒരു അന്വേഷണം നടത്തി എന്ന് പറയുന്ന ഒരു എക്സിബിറ്റ് P11 എന്ന് പറയുന്ന ഒരു ചൈൽഡ് ലൈൻ അതോറിറ്റിയുടെ കോർഡിനേറ്റർ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നു. കോർഡിനേറ്റർ പോലും ഇല്ല, ആരും ഒരാൾ ഒരു പേര് പോലും രേഖപ്പെടുത്താതെ ഇല്ലീഗൽ, നിയമത്തിന്റെ ഒരു അല്പം പോലും വാല്യുവേഷൻ പോലും നൽകാത്ത വ്യാജമായി ഉണ്ടാക്കിയെടുത്ത ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇരട്ട ജീവപര്യന്തം എന്നെ ശിക്ഷിക്കാനിടയായത്. എന്തായാലും ഹൈക്കോടതി വിധി വന്നു, നിരപരാധി എന്ന് തെളിയിക്കപ്പെട്ടു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജഡ്ജ് വളരെ ശക്തമായ പരാമർശം പ്രോസിക്യൂഷനെതിരെ, പോലീസിനെതിരെ ഇങ്ങനെയുള്ള കേസുകൾ മെറിറ്റില്ലാതെ എടുക്കലെന്ന് ശക്തമായി പരാമർശിച്ചല്ലയോ? തീർച്ചയായും. അത് ഞാൻ ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്ന അതായത് 10:45 മുതൽ 12:50 വരെ എനിക്ക് സംസാരിക്കാൻ അവസരം തന്നു. ഈ കണ്ടിന്യൂ 3 മണിക്കൂറോളം ഒരേപോലെ നിന്നുകൊണ്ട് ഓരോ പോയിന്റുകൾ പറയുമ്പോഴും എനിക്കത് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വന്നില്ല. കാരണം എന്താ വെച്ചാൽ മനസ്സിലായി, ശരിയാണ്, താങ്കൾക്ക് ഫേവറാണ്, അടുത്തത് പറഞ്ഞോളൂ. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഇടയ്ക്ക് ലാസ്റ്റ് കേട്ടിട്ട് ജഡ്ജ് പ്രോസിക്യൂട്ടറെ, സർക്കാരിന്റെ പ്രതിനിധിയായ ഗവൺമെന്റ് പ്ലീഡറെ ഷൗട്ട് ചെയ്തവരെ സംസാരിച്ചു, വളരെ ചൂടായി സംസാരിച്ചു. നിങ്ങൾ ഇതിന് സമാധാനം പറയണം, 6 വർഷത്തോളം ഒരു മനുഷ്യന്റെ ജീവിതം. പിന്നെ എന്തുകൊണ്ടാണ് എനിക്കൊരു കോമ്പൻസേഷനോ അല്ലെങ്കിൽ തിരിച്ചൊരു റിവേഴ്സ് ഒരു കേസോ അവര് കോടതി ഫയൽ ചെയ്യാൻ ഉത്തരവിടാഞ്ഞെന്ന് ചോദിച്ചാൽ,
അത് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി, ഒരു സിവിലിയൻ ആയിട്ടുള്ള വ്യക്തി, നിയമവിരുദ്ധമില്ലാത്ത ഒരു വ്യക്തി കോടതി കയറി അത്രയും വാദിച്ച് ഇങ്ങനെ ഇറങ്ങി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഞാനിങ്ങനെ കരുതുന്നു അത് അവിടുത്തെ ഒരു ഈഗോ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു പബ്ലിക്കിനെ എന്റർടൈൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം. നാളെ ഒരാൾ ഇതുപോലെ കയറി എന്തായാലും ഒരു വക്കീലിന്റെ സഹായം ഇല്ലാതെ അവസാനം തന്നെ നിയമം പഠിച്ച് ജയിച്ചു, ജയിലിൽ കിടന്ന് നിയമം പഠിച്ചു. തീർച്ചയായും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല, കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഒരു LLB ഒക്കെ എടുത്തിട്ട് ഒരു വക്കീൽ കുപ്പായം ഒക്കെ ഇട്ട് എൻറോൾ ചെയ്ത് സന്നദ്ധെന്ന് പറയും അല്ലേ? അല്ല, എനിക്ക് ഇപ്പൊ വേണ്ടത് ഏറ്റവും വലിയൊരു എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ആ ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നിരപരാധികളായിട്ട് ഒരുപാട് പേരവിടെ കിടപ്പുണ്ട്. ഞാൻ അവിടെ കിടക്കുന്ന 100 പേരെടുത്താൽ അതിനകത്ത് 80 പേരും അല്ലെങ്കിൽ 50 പേരും ക്രിമിനൽ ആണെങ്കിൽ ബാക്കി 30 പേര് അറിയപ്പെടാതെ വന്ന് പെട്ടുപോയതാ. ബാക്കിയുള്ള ഈ 20 പേര് എന്ന് പറയുന്നത് അവരതിനകത്ത് ഇൻവോൾവ് അറിഞ്ഞോ അറിയാതെ ബന്ധപ്പെടാത്ത ആൾക്കാരാണ്. അതായത് ഒരുപാട് പേര് അവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു 10 പേരെങ്കിലും നിരപരാധികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഒരു വക്കീലിനെ വേണ്ട വിധത്തിൽ വെക്കാൻ കഴിയില്ല, സപ്പോർട്ട് ഇല്ലാതെ കിടക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ളവരെ സഹായിക്കണമെന്നും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ രംഗത്ത് മുന്നോട്ടുള്ള സാഹചര്യത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ കടന്നു വരുന്നു. അപ്പോൾ ഒരു നിയമത്തിന്റെ ഒരു പാപ്പുരത്വം നമ്മുടെ ഇടയിൽ നിന്ന്, നമ്മുടെ പൊതുസമൂഹത്തിനിടയിൽ നിന്ന്, സഭാ സമൂഹത്തിനിടയിൽ നിന്ന് മാറ്റിയെടുത്ത് നമുക്ക് എല്ലാത്തിനെ കുറിച്ചും ഒരു അറിവ് സമ്പാദിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു നല്ലൊരു വഴികാട്ടി ആയി തീരണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ LLB എടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതിന് സാമ്പത്തികം വലിയ ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. കുടുംബമുണ്ട്, മോൻ പഠിക്കുന്നു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, നമ്മൾ റെന്റിൽ താമസിക്കുന്നു, അത് തന്നെ കുടുംബം നോക്കേണ്ടതുണ്ട്. അതിൽ വലിയ ഒക്കെയാണ് ഉള്ളതെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഏതെങ്കിലും ദൈവത്താൽ അസാധ്യമായതില്ല, ദൈവം അത് നൽകി തരും. അപ്പോൾ എനിക്ക് പൊതുജനത്തിന് വേണ്ടി ഇനി എന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക വേല എന്ന് പറയുന്നത് ഈ തരത്തിൽ ഒരു ഉള്ളതായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ തരത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച്, ഇപ്പൊ ഒരു വിക്ടിം ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ക്രൈമിൽ ഇരയായി തീർന്ന ഒരു വേണ്ട രീതിയിൽ ഇപ്പൊ നമുക്കറിയാം പല കേസുകളും വളരെ മരണം നടന്ന കേസുകൾ പോലും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. കാരണം വേണ്ട രീതിയിൽ അവർക്ക് വക്കീലിനെ വെക്കാൻ കഴിയില്ല, അവർക്ക് നീതി കിട്ടാതെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവർക്ക് വേണ്ടിയും തെറ്റായ കുറ്റച്ചാരത്തിൽ ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടിയും തെറ്റായ കുറ്റാരോപണത്തിന്റെ പേരിൽ കുടുംബവും കുട്ടികളും എല്ലാം നശിച്ച് പലപ്പോഴും നമ്മുടെ ഫാമിലി പോലും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ഞാൻ അവിടെ കിടക്കുന്ന സാഹചര്യത്തിൽ ഞാൻ പലരുടെയും കുടുംബജീവിതങ്ങളും പലരുടെയും പശ്ചാത്തലങ്ങളൊക്കെ കണ്ടു. ഒരു ഇടയ്ക്ക് എൻ്റെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കിടന്ന ജയിലിൽ അവരുടെ ഫാമിലിയിലുണ്ടായ ചില വീഴ്ചകൾ നിമിത്തം അദ്ദേഹം അവിടെ ആത്മഹത്യ ചെയ്യുന്ന പോലും ഇടയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വേണ്ടതായ ഒരു നിയമം ഗവൺമെന്റിന്റെ ഭാഗത്ത് ലീഗൽ സർവീസിനൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ എല്ലാ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും അപ്ലൈ ആകുന്നില്ല എന്നതാണ് വസ്തുത. ഇത് ഇപ്പം എല്ലാം പേരിനുണ്ട്, പക്ഷെ ഇതൊന്നും പ്രായോഗിക നിലയിൽ വരുന്നില്ല. അതിന്റെ സഹായം തടവുകാർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെ 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് 25% ആൾക്കാർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നതാണ് സത്യം. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി എന്നെ കേൾക്കുന്നവരും അല്ലെങ്കിൽ ഉള്ള എല്ലാവരുടെയും ഒരു സപ്പോർട്ടും എല്ലാം ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി കഴിയുമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ അബദ്ധത്തിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ, വഞ്ചനയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, എനിക്ക് വലിയ അറിവും വലിയ അഭിഭാഷകരെക്കാൾ കഴിഞ്ഞ അറിവൊന്നും എനിക്കില്ല എങ്കിലും എന്റെ ഈ ചെറിയ പരിചയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്യാനും ഞാൻ സന്നദ്ധനാണ്. എന്നാൽ കഴിയാൻ ഇപ്പോൾ തന്നെ കർത്താവിന്റെ പലർക്കും നിയമപരമാകുന്ന സജഷൻസ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നമ്പർ വേണ്ടവർ എൻ്റെ ഈ പ്രെയർ ലൈനിലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. പിന്നെ പാസ്റ്റർ ഷിബുവിൻ്റെ നമ്പർ വേണമെന്ന് പറഞ്ഞ് ഞാൻ നമ്പർ ഷെയർ ചെയ്യാം. നിയമപരമാകുന്ന അറിവുകൾ അദ്ദേഹത്തിന് പങ്കുവെക്കാൻ കഴിയും. അദ്ദേഹം ഒരു വക്കീലൊന്നുമല്ല, പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നു സന്നദ്ധ ഓത്തൊക്കെ എടുത്ത് എൻറോൾ ചെയ്ത് കറുത്ത കോട്ടൊക്കെ ഇട്ട് അനേകർക്ക് വേണ്ടി വക്കാലത്ത് പറയുവാൻ, സത്യസന്ധമായിട്ട് നീതിക്ക് വേണ്ടി നിൽക്കുവാൻ, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന വേദവസ്തം പറയുന്നത്. ദൈവം നീതിക്ക് വേണ്ടി വിശക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. ഞാൻ എപ്പോഴും അതുകൊണ്ട് എനിക്ക് ഭയങ്കര സാമൂഹിക വിഷയങ്ങളിൽ ഭയങ്കര രോഷമാണ് ചിലപ്പോഴൊക്കെ പാസ്റ്ററെ. അതെൻ്റെ ഒരു പ്രശ്നമാണ്. എൻ്റെ പാഠഭേദങ്ങൾ കേൾക്കുന്നവർക്കറിയാം. ഭയങ്കര ഒരു രോഷത്തോട് ഞാൻ ഈ അനീതി എവിടെ നടക്കുന്നു എനിക്ക് കണ്ണടയ്ക്കാൻ കഴിയത്തില്ല. എൻ്റെ ഒരു
ഒരു എന്താ പറഞ്ഞ ഒരു രോഷം പലപ്പോഴും ആളുകൾ അത് എന്നെ കുറ്റം പറയാറുണ്ട് ആളുകൾ. പക്ഷേ എനിക്ക് പ്രചോദനമാകുന്ന വാക്യം നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്നുള്ള വചനമാണ്. അനേകർക്ക് നീതി കൊടുക്കാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദോത്സവത്തിൽ കർത്താവിന് ദൈവത്തിന് വിളിച്ചിട്ടുള്ള ഒരു പേരാണ് യഹോവ സിദക്കേനു. സിദക്കേനു എന്ന പദത്തിൻ്റെ അർത്ഥം നീതി എന്നാണ്, നീതി തരുന്ന കർത്താവ്. കർത്താവിൻ്റെ ദാസനെ ആദ്യം കണ്ട ദർശനം പോലെ പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ദൈവസഭ. അപ്പോൾ ശത്രു എത്ര ശ്രമിച്ചാലും അതിനു വേണ്ടി പോരാടുന്ന ഒരു യോദ്ധാവാക്കി കർത്താവ് നിർത്തട്ടെ. ഈ അനുഭവങ്ങളെല്ലാം വലിയ പാഠങ്ങളായി തീർന്നു. എന്തായാലും നിരപരാധിത്വം തെളിയിക്കാൻ അത് പെന്തക്കോസ്തുകാരുടെ മാധ്യമങ്ങളിലല്ല, ഈ ദിവസങ്ങളിൽ പല മാധ്യമങ്ങളിൽ വരുന്നല്ലേ വാർത്തകൾ വരുന്നു. എന്നാൽ സെക്കുലർ മാധ്യമങ്ങൾ ന്യൂസ് 18 പോലും നല്ലൊരു റിപ്പോർട്ട് കൊടുക്കുവാനിടയായി തീർന്നു. അത് കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിയത്. ഒരു മാസം മുമ്പേ കാര്യം ഞാൻ അറിഞ്ഞെങ്കിലും ന്യൂസ് 18 കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി നമ്മുടെ ആസാദിയിൽ കൊണ്ടുവരണമെന്ന്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും പറയാൻ വന്നതാണോ? അല്ലല്ല, ഓക്കെ, ശരി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി പറയുന്നു പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനോട് ഇത്രയും സമയം നൽകിയതിൽ. നമ്മളൊരു 10-30 മിനിറ്റാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു. നന്ദി പറയുകയാണ്, പ്രേക്ഷകരോടുള്ള നന്ദി പറയുകയാണ്. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലെസ് യു.